സോ സിസാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019-20 ഈ 2 വർഷത്തെ സിസാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസാറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ സിസാറ്റിലെ ക്വാണ്ട് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആ ഏരിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എലമെന്ററി ലെവൽ മാത്തമാറ്റിക്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സിസാറ്റ് ചോദിക്കുന്നുള്ളൂ. അത് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പേരും സിസാറ്റിൽ തെറ്റ് വരുത്തുന്നത് അവർക്ക് കണക്കറിയാനോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്നല്ല, ക്വസ്റ്റ്യൻസ് ശരിക്കും വായിക്കാനായിട്ടാണ് പലപ്പോഴും മിസ്റ്റേക്സ് വരുത്താറ്. സോ പൊതുവെ UPSCയുടെ സിസാറ്റ് ക്വസ്റ്റ്യൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ ഇടയിൽ മിസ്റ്റേക്ക് പലപ്പോഴും നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ പ്രശ്നം വരാറുണ്ട്. സോ ആ ഒരു പ്രശ്നം അല്ലാതെ വളരെ ഡിഫിക്കൽട്ടായ മാത്സ് ഒന്നും പൊതുവെ സിസാറ്റിന് ചോദിക്കാറില്ല. സോ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Number of times the digit 5 will appear by writing the integers from 1 to 1000. ഇതാണ് ക്വസ്റ്റ്യൻ. 1 to 1000 വരെ ഇൻറ്റിജേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ഡിജിറ്റ് 5 എത്രത്തോളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും. സോ ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 to 100 വരെ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. സോ 1 to 100 വരെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം 5 വരും, 15 വരും, 25, 35, 45, 55, 65, 75, 85, 95. 3 നമ്പേഴ്സിൽ 5 വരുന്നുണ്ട്. ഇതിനോടൊപ്പം 50, 51, 52, 53, 50, 56, 57, 58, 59, 3 നമ്പേഴ്സ് വരും. സോ 5 യൂണിറ്റ് ഡിജിറ്റ്സിൽ വരുന്ന നമ്പറും 5 അതേപോലെ എന്താണ് 10th പ്ലേസിൽ വരുന്ന നമ്പേഴ്സ്, ഇത് രണ്ടും കൗണ്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഡിജിറ്റ് 5 എത്ര പ്രാവശ്യം 1ന്റെയും 100ന്റെയും ഇടയിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക, ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇത്രയും പ്രാവശ്യം എന്ത് വരുന്നുണ്ട്? ഈ നമ്പേഴ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു പാറ്റേൺ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഈ പാറ്റേൺ തന്നെ ആയിരിക്കും 2 to 200ലും അല്ലെങ്കിൽ 100 to 200ലും 200 to 300ലും അതേപോലെ എന്താണ് 300 to 400, ഇതുപോലെ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. കാരണം ആ ഒരു ഡിഫറൻസ് വരെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 500ന്റെയും 600ന്റെയും ഇടയിൽ ഈ പറയുന്ന പോലെ എന്ത് വരും? 100 ഡിജിറ്റിൽ 100 പ്ലേസിൽ 5 വരുന്ന കുറച്ച് ഡിജിറ്റ്സ് വരും. സോ ഈ ഒരു എക്സെപ്ഷൻ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ് ഇതേ പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരിക. സോ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക, എത്ര എണ്ണം വരും? ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എത്ര വരുന്നുണ്ട്? നിങ്ങൾ ഇന്ററാക്ട് ചെയ്താൽ നമുക്ക് വളരെ സ്പീഡിൽ പോവാം. 20 വരുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 0 to 100 തൊട്ട് ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും? 8 times. 8 times വരുമോ? 10 times. 8 times വരുന്നുള്ളൂ. 10 times വരും. വരില്ലേ സാർ? 0 to 100 വരും. 10 times. 100 to 200, 200. ഓക്കെ, 300 to 400, 400 to 500, 500 to 600, അങ്ങനെ എക്സെട്ര അപ് ടു 900 to 1000. അപ്പൊ അങ്ങനെ വരുമ്പോൾ 10 ടൈംസ് എന്ത് വരും? ഈ 20 റിപ്പീറ്റ് ചെയ്യും.
പ്ലസ് എന്ത് നോക്കണം, 500 തൊട്ട് 599 വരെ എത്ര നമ്പർ ഉണ്ടാവും? 500 തൊട്ട് 599 വരെ എത്ര നമ്പർ ഉണ്ട്? 100 നമ്പേഴ്സ് ഉണ്ട്. സോ ഈ 100 നമ്പേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? 100th പ്ലേസിൽ 5 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അത്രയും 5s കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. സോ എത്ര വരും ആൻസർ? 200 പ്ലസ് 100 300. ഇതുപോലെ നമ്പർ ഓഫ് ടൈംസ് ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് 100 നമ്പേഴ്സുള്ള പാറ്റേൺസ് എന്ത് ചെയ്യാം, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന്. അത് തന്നെയാണ് ഈ വരുന്ന ഓരോ 100 നമ്പേഴ്സിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കുക. സോ ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏത് നമ്പർ ഏത് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊക്കെ ഈ ഒരു മോഡൽ വസ്തുക്കളൊക്കെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ടൈപ്പാണ്. സോ ഇത് മനസ്സിലാക്കി. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ അതായത് 0 to 120 അങ്ങനെ 500 to 600 ഒഴിച്ച് ബാക്കി എല്ലായിടത്തുള്ള 20s ആയിരിക്കും. അതിപ്പോ നമ്മൾ ഏത് നമ്പർ ആണെങ്കിലും ആ രീതിയിൽ തന്നെ നോക്കിയാൽ പോരെ? മതി. കാരണം എല്ലാ നമ്പറും ഇതേപോലെ തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 4 എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്ത് വരും? 24, 34 അങ്ങനെ വരും. പിന്നെ 40, 50 ഇടയിൽ ഒരു എക്സ്ട്രാ വരും. അതല്ലാതെ എന്ത് വരും? ഈ പറയുന്ന പോലെ 400 to 499 വരെ കുറച്ച് നമ്പേഴ്സ് എക്സ്ട്രാ വരും. ഇത്രയും നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 4ന്റെ കണ്ടുപിടിക്കാം. ഓക്കെ സർ, അപ്പൊ അതിൽ 1 വരുന്ന സമയത്തല്ലേ ഡിഫറൻസ് വരുള്ളൂ? 1 വരുമ്പോ 1000 വരുമ്പോ ഒരു ഡിഫറൻസ് വരും. പിന്നെ അതേപോലെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solid cube is painted yellow, blue and black such that opposite faces are of same color. The cube is then cut into 36 cubes of two different sizes such that 32 cubes are small and other 4 cubes are big. None of the faces of the bigger cubes is painted blue. So ഇത് ജസ്റ്റ് ഒരു ക്യൂബ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കണം. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ക്യൂബ് ഉണ്ട്. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ്? സെയിം കളർ വെച്ച് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ക്യൂബിനെ 36 ക്യൂബ്സ് ആയിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യാം. സോ 36 ക്യൂബ്സ് എന്ന് പറയുമ്പോൾ 32 സ്മാൾ ക്യൂബ്സും 4 ലാർജ് ക്യൂബ്സും ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 ബിഗ് ക്യൂബ്സും ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പെയിന്റഡ് ക്യൂബ്സിന്റെ ബ്ലൂ കളർ പെയിന്റ് ചെയ്തിരിക്കുന്ന ക്യൂബിന്റെ സൈഡ്സ് എന്ത് ചെയ്യരുത്? ബ്ലൂ കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന ക്യൂബ്സിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലാർജ് ക്യൂബ്സ് ആവരുത്. എന്നാൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ഒരു ഫേസ് ബ്ലൂ ആണ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എന്ത് വരും? ബ്ലൂ വരും. എന്നിട്ട് ഈ ബ്ലൂവില് ഒരിക്കലും ഈ രണ്ട് ഫേസിൽ ബ്ലൂ കളറിലുള്ള രണ്ട് ഫേസിലും വലിയ ക്യൂബ്സ് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യാം. സോ 32 ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ എത്ര എണ്ണം വേണം? 32 സ്മാൾ ക്യൂബ്സ് വരണമെങ്കിൽ ഒരു സൈഡിൽ 16 ക്യൂബ്സ് വരണം. സോ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാണ്. 16 ഫേസസ് വരുന്നത് 16 ക്യൂബ്സ് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യും. സോ ഇതേപോലെ മറ്റേ ഫേസ് നമ്മൾ കട്ട് ചെയ്യും. സോ ഇവിടെ 16 സ്മാൾ ക്യൂബ്സ് ഉണ്ട്. ഈ സൈഡിലും അതേപോലെ 16 സ്മാൾ ക്യൂബ്സ് ഉണ്ടാവും. ഇനി ഈ വരുന്ന സെന്ററിൽ വരുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യും? 4 ബിഗ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഒരു സെക്ഷൻ ഇതിന്റെ ബാക്കിലോട്ടുള്ള സെക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു ബിഗ് ക്യൂബ് വരും. ഈ ഒരു സെക്ഷനും ഇതിന്റെ താഴത്തുള്ള സെക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു ബിഗ് ക്യൂബ് വരും. അതേപോലെ ഇതിന്റെ ബാക്കിലും അതേപോലുള്ള 2 ബിഗ് ക്യൂബ്സ് വരും. സോ ഇവിടെ ഒരു ബിഗ് ക്യൂബ്, ഇവിടെ ഒരു ബിഗ് ക്യൂബ്, ഇവിടെ ഒരു ബിഗ് ക്യൂബ്, പിന്നെ ഇതിന്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ബിഗ് ക്യൂബ് കൂടിയും വരും. ബാക്കിയെല്ലാം എന്താണ്? സ്മാർട്ട് ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ക്യൂബ്സ് ഓൺലി വൺ ഫേസ് പെയിന്റ് എന്നാണ് ചോദിച്ചത്. ഒറ്റ ഫേസ് മാത്രം പെയിന്റ് ഉള്ള എത്ര ക്യൂബ്സ് ഉണ്ട്?
നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഈ ലാർജ് ക്യൂബ്സിനെ എല്ലാം ഒഴിവാക്കാം. കാരണം ആൾറെഡി ഇതിന്റെ 2 ഫേസിൽ കളറുണ്ട്. പിന്നെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാൾ ക്യൂബ്സ് ആണ്. ഈ സ്മാൾ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ട്? ഈ പറയുന്ന എഡ്ജിലുള്ള സൈഡ്സിൽ, കോർണറിലും എഡ്ജിലുള്ള സൈഡ്സിലെല്ലാം 2 ഫേസസും പെയിന്റഡ് ആണ്. ആ സിംഗിൾ ഫേസ് പെയിന്റ് ചെയ്തിട്ടുള്ള ഏതാണ്? ഈ സെന്ററിലുള്ള 4 പീസസ് മാത്രമാണ്. സെന്ററിലുള്ള 4 പീസസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സിംഗിൾ ഫേസ് പെയിന്റഡ് ആയിട്ടുള്ളൂ. ഇതേപോലെ ഈ 4 ക്യൂബ്സ് എന്തുണ്ടാവും? ഇതേപോലെ ഈ ഓപ്പോസിറ്റ് ഫേസിലും ഇതുപോലെ ഉണ്ടാവും. സോ അങ്ങനെ ഈ ഫേസിലുള്ള 4 സെന്റർ പീസസും ഈ ഫേസിലുള്ള 4 സെന്റർ പീസസും മാത്രമേ എന്തുണ്ടാവും, 1 സൈഡ് മാത്രം പെയിന്റഡ് ആയിട്ടുള്ള ക്യൂബ്സ് ആയിട്ടുണ്ടാവും. സോ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആയിരിക്കും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യൂബ് ഇരിക്കുന്നത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിരിക്കും. ഓക്കെ, ഡൗട്ട്? കേട്ടില്ല സർ. ഒന്നുമില്ല സർ, കണ്ടിന്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ആർ 2 heavy steel blocks. B is placed on the top of A. Weight increases by 60. A എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ ബി എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് വെക്കുമ്പോൾ വെയിറ്റ് ഇൻക്രീസസ് ബൈ 60% എന്നാണ് പറയുന്നത്. വെയിറ്റ് ഇൻക്രീസസ് ബൈ 60%. സോ ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബി വെക്കുമ്പോൾ ടോട്ടൽ വെയിറ്റ് 60% ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആദ്യം വെയിറ്റ് എ ആയിരുന്നു, എയുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, 60% ഇൻക്രീസ് ചെയ്യാം. സോ ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 60% ഓഫ് എ എന്ന് എഴുതാം. കാരണം എന്താണ്, ബി ആഡ് ചെയ്യുമ്പോഴാണ് വെയിറ്റ് 60% ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? How much weight will reduce with respect to total weight of A and B? ബി നമ്മൾ വീണ്ടും എടുത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹൗ മച്ച് വെയിറ്റ് വിൽ റെഡ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വെയിറ്റ് ഓഫ് എ ആൻഡ് ബി എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ എ ആൻഡ് ബിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ പ്ലസ് 60% ഓഫ് എ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആയി പറഞ്ഞു കഴിഞ്ഞാൽ 1.6 A. ടോട്ടൽ എ പ്ലസ് ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 times എ ആണ്. ഇപ്പൊ ബി എടുത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ എ പ്ലസ് ബിയുടെ വെയിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് കുറയും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് വെയിറ്റ് ബൈ വെയിറ്റ് ഓഫ് എ ആൻഡ് ബി ഇൻറ്റു 100. ഏതൊരു നമ്പറിന് വിത്ത് റെസ്പെക്ട് ആണോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴും ആ നമ്പർ ഡിനോമിനേറ്ററിലിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് എ എന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഡിക്രീസിങ് വെയിറ്റ് ബൈ വെയിറ്റ് ഓഫ് എ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് എ ആൻഡ് ബി എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ആൻഡ് ബിയുടെ എത്ര ശതമാനം കുറഞ്ഞു, ടോട്ടൽ വെയിറ്റ് ഓഫ് എ ആൻഡ് ബിയുടെ എത്ര ശതമാനം കുറഞ്ഞു എന്ന് നോക്കണം. സോ റിമൂവ് ചെയ്യുന്നത് ബി ആണ്. ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 60% ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6 A. 60% ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 A ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് എ ആൻഡ് ബി നമ്മൾ പറഞ്ഞു എത്രയാണ്, 1.6 A ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര വരും? 0.6 by 1.6 into 100 അല്ലെങ്കിൽ 6 by 16 into 100 ചെയ്ത് കഴിഞ്ഞാൽ 37.5 ആൻസർ കിട്ടും. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് റെസ്പെക്ട് ടു എന്താണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കണം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു
ഏതാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതേ സാധനം നമ്മൾ എ വെച്ചായിരുന്നു ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഉത്തരം 60% കിട്ടിയത്. വിത്ത് റെസ്പെക്ട് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ 0.6a ബൈ എ ഇൻറ്റു 100 നമ്മൾ ചെയ്തേനെ. അപ്പോൾ എന്താണ് 60% ഉത്തരം കിട്ടിയത്. ആ ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓപ്ഷൻസിലുണ്ട് ആൻസർ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു എന്താണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ വേറെ എന്തെങ്കിലും? ബാക്കിയൊക്കെ സിമ്പിൾ പെർസെൻറ്റേജിന്റെ മാത്സ് മാത്രമേ ഉള്ളൂ. സർ ആ 0.6a ഒന്ന് പറഞ്ഞുതരോ? 0.6a എന്ന് പറഞ്ഞതോ? ഓക്കെ, ആദ്യം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എയുടെ ഒപ്പം ബി കൂടി വെച്ചപ്പോൾ ടോട്ടൽ വെയിറ്റ് 60% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എയുടെ വെയിറ്റ് നമ്മൾ എ ആയി കൺസിഡർ ചെയ്യാണ്. എ പ്ലസ് ബി കൂടി വന്നപ്പോൾ വെയിറ്റ് 60% ഇൻക്രീസ് ചെയ്തു. 60 കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 60% ഓഫ് എ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തത് ബിയുടെ വെയിറ്റ് ആണ്. ബിയുടെ വെയിറ്റ് ആണ് എന്ത് ഇൻക്രീസ് ചെയ്ത് 60%. സോ 60. അപ്പൊ ബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60% ഓഫ് എ 0.6a. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഇതൊരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം CSAT 2019 കുറച്ച് ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കലണ്ടർ പ്രോബ്ലം ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. X has 3 children. First child has birthday on 5th Monday of April and second child has birthday on 5th Thursday of November. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th Monday എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 5th ആയിട്ട് നിങ്ങൾ വായിക്കരുത്. അവിടെയാണ് എല്ലാവരും തെറ്റിക്കരുത് കൊണ്ടായിട്ട്. April 5th Monday ആണ് അല്ല പറഞ്ഞിരിക്കുന്നത്, 5th Monday എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആ മാസത്തിലെ 5th Monday ആണ് എന്ത് ബർത്ത്ഡേ വരുന്നത്. അതേപോലെ എന്താണ് അടുത്ത നവംബറിലെ 5th Thursday 5ാമത്തെ വ്യാഴാഴ്ചയാണ് രണ്ടാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കണം, കാരണം നമ്മൾ പെട്ടെന്ന് മിസ്റ്റേക്ക് വരുത്തും. ഇപ്പോഴും ചെയ്യാൻ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുമ്പോൾ 5th April നമ്മൾ എടുത്തിടും. അങ്ങനെ ആയിരിക്കരുത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സോ 5th Monday എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്കറിയാം എന്താണ് മൊത്തം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏപ്രിൽ എടുക്കുകയാണെങ്കിൽ 30 ദിവസമുണ്ട്, 30 days ഉണ്ട്. 30 daysൽ 28 days ആകുമ്പോഴേക്കും 28 ദിവസം ആകുമ്പോഴേക്കും എല്ലാ ദിവസവും മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ പോലുള്ള എല്ലാ ദിവസവും 4 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഓക്കെ, 4 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ബാക്കി വരുന്ന 2 ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഏത് ഡേ ആണെങ്കിലും, ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഏത് ഡേ ആണെങ്കിലും 5ാമത് തവണ വരണമെങ്കിൽ അത് ഒന്നുകിൽ 29-ാം തീയതി ആയിരിക്കും, അല്ലെ 30-ാം തീയതി ആയിരിക്കും. കാരണം ആദ്യത്തെ 28 daysൽ എന്തായിരിക്കും, ഈ പറയുന്ന എല്ലാ ദിവസവും 4 times വരാൻ കഴിയും. ഓക്കെ, സോ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിഫ്ത്ത് മൺഡേ ഓഫ് ഏപ്രിൽ ആണ്. അപ്പോൾ മൺഡേ 5 എണ്ണം ഉണ്ട്. അപ്പൊ അത് 2 രീതി വരാം. ഒന്ന് 29-ഉം 30-ഉം മൺഡേ ട്യൂസ്ഡേ ആയിട്ട് വരാം, അല്ലെങ്കിൽ 29-ഉം 30-ഉം സൺഡേ വരാം. രണ്ടെങ്കിലും ഒരു 5th മൺഡേ അവിടെ പോസിബിൾ ആണ്. ഓക്കെ, സോ ഈ 2 കേസിൽ ഏതാണ് ഇവിടെ വരുന്നത് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ 29th മൺഡേ ആവുന്ന കേസ് നമുക്ക് എടുക്കാം. 29th മൺഡേ ആവുന്ന കേസ് എടുക്കുകയാണെങ്കിൽ കലണ്ടർ പ്രോബ്ലംസിൽ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഇയറിലെ ഒരു ദിവസം തന്നിട്ട് അതേ ഇയറിലെ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഇയറിലെ വേറൊരു ദിവസം തരികയാണെങ്കിൽ, ഉദാഹരണത്തിന് 29th ഏപ്രിൽ ഈ ദിവസമാണ് പറഞ്ഞിട്ട് നമ്മളോട് 8th നവംബർ കണ്ടുപിടിക്കണം, ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഡേറ്റ് മൺഡേ ആണെങ്കിൽ ഈ ഡേറ്റ് ഏത് ദിവസം ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ?
വളരെ എളുപ്പമാണ് അത് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു ഡേറ്റ് നമുക്ക് തന്നു, അത് മൺഡേ ആണെന്ന് തന്നു, വേറൊരു ഡേറ്റ് ഇവിടെ ഉണ്ട്. ഈ ഡേറ്റ് ഏത് ദിവസമാണ് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ നോക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് എക്സ് ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഡേറ്റിലെ നെക്സ്റ്റ് ഡേറ്റിലേക്ക് എക്സ് ദിവസം ഉണ്ട്, എക്സ് ഡേയ്സ് ഉണ്ട് എങ്കിൽ ഈ എക്സിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കിട്ടും. റിമൈൻഡർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ ഡെസിമൽ ഡിവിഷൻ ചെയ്യേണ്ട, ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കാം. ഇപ്പോൾ 0 6 ഇടയിലുള്ള ഒരു റിമൈൻഡർ കിട്ടും. ഓക്കെ, ആ റിമൈൻഡർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഈ ദിവസം മൺഡേ ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. മൺഡേ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കത് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടിയത് വിചാരിക്കാം. റിമൈൻഡർ 1 ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ദിവസം തന്നെ എന്തായിരിക്കും? അപ്പോൾ ഈ പറയുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ട്യൂസ്ഡേ ആയിരിക്കും. ഇപ്പൊ റിമൈൻഡർ 2 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് മൺഡേ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വെനസ്ഡേ ആയിരിക്കും. റിമൈൻഡർ 3 ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും. അങ്ങനെ പോകും. 0 ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ മൺഡേ ആയിരിക്കും ഈ പറഞ്ഞ ദിവസം. ഓക്കെ, ക്ലിയർ ആവാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, 29th മൺഡേ. നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തത് 29th മൺഡേ ആണ്. സോ 29th മൺഡേ ആവുന്ന കേസാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5th Thursday ഓഫ് നവംബർ എന്നൊരു ഇതാണ് ഇതിന് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് വേണം, നവംബറിൽ തേഴ്സ്ഡേ വരണം, ഒരു 5th Thursday വരണം. സോ നേരത്തെ പറഞ്ഞ പോലെ 2 കേസായിരിക്കും അവിടെ ഉണ്ടാവുക. 29th ഈ പറഞ്ഞ പോലെ തേഴ്സ്ഡേ ആയിട്ട് 30th ഫ്രൈഡേ ആവുന്നതും 29th വെനസ്ഡേ ആയിട്ട് 30th തേഴ്സ്ഡേ ആവുന്നതും. ഈ 2 കേസും നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ വെരിഫൈ ചെയ്യാണ്. 30th ഏപ്രിൽ തൊട്ട് 1st നവംബർ വരെ എത്ര ദിവസം ഉണ്ട് നമ്മൾ നോക്കാം. ഇത് കുറച്ച് കോംപ്ലക്സ് ആയ പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29th ഏപ്രിൽ തൊട്ടിട്ട് 1st നവംബർ വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് നോക്കുക. ഏപ്രിലിൽ ഇനി ഒരു ദിവസം കൂടി ഉണ്ട്. മെയ്യിൽ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ജൂണിൽ 30 ദിവസം ഉണ്ടാവും. ജൂലൈയിൽ 31 ദിവസം ഉണ്ടാവും. ഓഗസ്റ്റിൽ 31 ദിവസം ഉണ്ടാവും. സെപ്റ്റംബറിൽ 30 ദിവസം ഉണ്ടാവും. ഒക്ടോബറിൽ 31 ദിവസം ഉണ്ടാവും. 1st നവംബർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം. സോ ഇത്രയും ദിവസം എന്തുണ്ടാവും? 1st നവംബറും ഈ പറയുന്ന പോലെ എന്താണ് 29th മാർച്ചും തമ്മിൽ ഇത്രയും ദിവസത്തിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 1 + 31 + 30 + 31 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 186 ഡേയ്സ് ഉണ്ട്. 186 ദിവസം ഉണ്ട് 29th ഈ പറയുന്ന 1st നവംബറും തമ്മിൽ 186 ഡേയ്സ് ഉണ്ട്. സോ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോക്കുകയാണ്. 186 ഡിവൈഡഡ് ബൈ 7. ഫസ്റ്റ് നവംബർ ഏത് ദിവസമാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് 186 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. ഫോർ ഡേയ്സ് എക്സ്ട്രാ ആണ്. സോ 4 days എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 1st നവംബർ എന്തായിരിക്കും? 29th മൺഡേ എന്ന് പറഞ്ഞു. സോ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ 1st നവംബർ. 29th മാർച്ച് അല്ല 29th ഏപ്രിൽ മൺഡേ ആണെങ്കിൽ 1st നവംബർ എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്. നമുക്ക് റിമൈൻഡർ 5 കിട്ടി. 4 ഓക്കെ ഫൈൻ 186 ഡേയ്സ് ആണ്. ഓക്കെ ഫൈൻ സർ, ഫൈൻ. ശരി. സോ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ 1st നവംബർ ഫ്രൈഡേ ആണെങ്കിൽ
1 നവംബർ ഫ്രൈഡേ ആണെങ്കിൽ 29th എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. അതേപോലെ എന്താണ് ഈ പറയുന്ന പോലെ 30th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ആയിരിക്കും. സോ ഈ ഒരു കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ 5th മൺഡേ 29th ഏപ്രിലാണ് വരുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താണ്? ഒരു 5th തേഴ്സ്ഡേ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇല്ല. കാരണം എന്താണ്? 5th വരുന്നത് ഫ്രൈഡേയും സാറ്റർഡേ ആണ്. സോ നമ്മളെടുത്ത അസംഷൻ എന്താണ്? തെറ്റാണ്. 29th ആണ് മൺഡേ വരുന്നത് എന്ന അസംഷൻ തെറ്റാണ്. സോ ഈ സെയിം സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു? 30th വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കുറച്ച് വലിയ പ്രോബ്ലം ആണിത്. 30th മാർച്ചാണ് അല്ലെങ്കിൽ 30th ഏപ്രിലാണ് മൺഡേ എന്ന് അസ്യൂം ചെയ്യാം. എന്തായാലും 29th അല്ലെങ്കിൽ 30th ഈ രണ്ട് പ്രോബിലിറ്റി നമുക്കുള്ളൂ. അപ്പൊ എന്തായാലും 30th ഏപ്രിൽ മൺഡേ ആയി വരുന്ന കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? 20th ഡിസംബറിന്റെ ദിവസം കണ്ടുപിടിക്കാം. സോ 20th ഡിസംബർ എന്ന് പറയുമ്പോൾ എന്ത് വരും? നേരത്തെ ചെയ്ത പോലെ 30th ഏപ്രിലോട്ട് 20th ഡിസംബർ വരെയുള്ള ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? ഏപ്രിലിന് ദിവസമൊന്നുമില്ല, മെയ്യിൽ 30 വരും, അല്ല മെയ്യിൽ 31 വരും, ജൂണിൽ 30 വരും, ജൂലൈയിൽ 31, ഓഗസ്റ്റിൽ 31, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബറിൽ എത്ര വന്നു? 20 ദിവസം. 20th അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക എത്ര വരും. $234. അതെ. $234 തന്നെയല്ലേ വരുന്നത്? അതെ അതെ. ഓക്കെ. എവിടെയോ ഒരു ദിവസം നമ്മൾ വിട്ടിട്ടുണ്ട്. സർ നേരത്തെ മാതിരി തന്നെ ചെയ്താൽ പോരെ? ആ 1 നവംബർ എടുത്തിട്ട് ഡേറ്റ് കണ്ടുപിടിച്ച് അപ്പോൾ ആൻസർ കറക്റ്റ് തേഴ്സ്ഡേ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 1 ഡിസംബർ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. 1 ഡിസംബറിൽ വരികയാണെങ്കിൽ അപ്പൊ എത്ര വരും? ഏത് ദിവസമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മെത്തേഡ് വെച്ച് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുക, ഈ 20th ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക, അതിന് 7 വെച്ച് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക, ആ റിമൈൻഡർ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. സർ ഞാനിപ്പോൾ ഒരു മെത്തേഡ് ചെയ്ത് അതായത് 29th ഏപ്രിൽ മൺഡേ ആക്കി എടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് 29th വരുന്നത്, അതായത് മെയ്യിൽ 29th വരിക വെനസ്ഡേ ആണ്. കാരണം 31 ദിവസം വരുന്നുണ്ട്. 30 days ആയിരുന്നെങ്കിൽ അത് ട്യൂസ്ഡേ വരുള്ളൂ. അപ്പം അങ്ങനെ ഓരോ മന്ത് കാൽക്കുലേറ്റ് പോയപ്പോൾ ലൈക്ക് നവംബർ 29th തേഴ്സ്ഡേ വരിക. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഡേയ്സ് കൂട്ടിയപ്പോൾ 20th വരുന്നത് തേഴ്സ്ഡേ ആണ്. ലൈക്ക് ഫ്രം നവംബർ 29th മുതൽ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വരെ നമുക്ക് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് പറയുകയാണെ 31 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം 31 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 പ്ലസ് 28 ദിവസം പ്ലസ് 3 ഓഡ് ഡേയ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 31 ദിവസമുള്ള ഒരു മാസം 31 ദിവസം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? 3 ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ്. 30 ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ 28 പ്ലസ് 2 ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ്. ഓക്കെ, സോ ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണേൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ
10 മാസം 30 ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും? സോ ഇപ്പൊ കാണാലോ, സ്ക്രീൻ കാണാലോ? കാണാം. ഓക്കെ. ഇപ്പൊ സം ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ക്യാറ്റ്സ് ഡോഗ്സ് ആണ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം. സം റാറ്റ്സ് ആർ ക്യാറ്റ്സ് എന്നാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സം റാറ്റ്സ് ആർ ക്യാറ്റ്സ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ വെൻ ഡയഗ്രത്തിൽ എഴുതാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സം ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ക്യാറ്റ്സ് ആർ ഡോഗ്സ്. സോ ഡോഗ്സ് വേണേൽ ഇവിടെ വരാം, ഡോഗ്സ് വേണേൽ ഇവിടെ വരാം, അങ്ങനെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡോഗ്സ് വരാം. സോ എപ്പോഴും നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോ ഡോഗ് ഈസ് എ കൗ എന്നാണ്. സോ ഡോഗ്സിൻ്റെ ഉള്ളിൽ എന്ത് വരാൻ പാടില്ല? കൗ വരാൻ പാടില്ല. ഡോഗ്സിന് പുറത്ത് എവിടെയും കൗ വരാം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുന്നതിന് പകരം റോങ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോ കൗ ഈസ് എ ക്യാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ കൗ ഈസ് എ ക്യാറ്റ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോ ഡോഗ് ഈസ് എ കൗ എന്ന് മാത്രമേ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളൂ. സോ ഡോഗിന്റെ ഉള്ളിൽ കൗ വരരുതെന്ന് മാത്രമേ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ വേണമെങ്കിൽ എന്ത് വരാം? കൗ വരാം. ഈ പറയുന്ന പോലെ ഇവിടെ വേണമെങ്കിൽ കൗ വരാം. സോ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? നോ കൗ ഈസ് എ ക്യാറ്റ് എന്ന് പറഞ്ഞൊരു അസംഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നോ ഡോഗ് ഈസ് എ റാറ്റ് എന്നാണ്. നോ ഡോഗ് ഈസ് എ റാറ്റ് അത് ഒരിക്കലും വരാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്കറിയാം ഡോഗിന് ഇവിടെ വരാന്നുള്ള ഒരു പ്രോബിലിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് സം ക്യാറ്റ്സ് ആർ റാറ്റ്സ് എന്നാണ്. അത് ആൾറെഡി ഇവിടെ തന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സം റാറ്റ്സ് ആർ ക്യാറ്റ്സ് എന്ന് അതിനെ നേരെ തിരിച്ചിട്ടിരിക്കുകയാണ് സം ക്യാറ്റ്സ് ആർ റാറ്റ്സ്. സോ അതെന്താണ്? പോസിബിൾ ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നോ കൗ ഈസ് എ ക്യാറ്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാവാൻ എന്തെങ്കിലും പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന പോലെ ഇത് എല്ലാ ഡയഗ്രാം വരച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ചോയ്സ്, ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ മതി നോ കൗ ഈസ് എ ക്യാറ്റ് എന്ന് വരുന്നത്. സോ ഇവിടെ പറയുകയാണെങ്കിൽ കൗ എന്ന് പറയുന്നത് ഡോഗിന് പുറത്ത് വരണമെന്ന് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ്മെന്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ കൗവിന് വേണം എന്ത് ചെയ്യാം? ഇവിടെ വരാം, അല്ലെങ്കിൽ കൗവിന് വേണം ഇതിൻ്റെ ഉള്ളിൽ വരാം. സോ അങ്ങനെ പല പ്രോബബിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡോഗ് ഈസ് എ റാറ്റ് എന്നാണ് പറയുന്നത്. സോ അതില്ലാന്ന് നമ്മൾ ആദ്യം തന്നെ വരച്ചപ്പോൾ പറഞ്ഞു. സം ഡോഗ്സ് ആർ ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഡോഗ്സിന് വേണം എന്ത് ചെയ്യാം? ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും വരാം. ഡോഗ്സും റാറ്റ്സും തമ്മിൽ ഉള്ള റിലേഷൻ ക്ലിയർ ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ എപ്പോഴും വെൻ ഡയഗ്രാം വരയ്ക്കുക. വരയ്ക്കുമ്പോൾ തന്നെ എല്ലാ പ്രോബബിലിറ്റീസും നോക്കിക്കൊണ്ട് വരയ്ക്കുക. ഏതെങ്കിലും ഒരു സിംഗിൾ ഒരു രീതിയിൽ വരാം എന്നതുകൊണ്ട് മറ്റൊരു രീതിയിൽ വരാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. സോ അതുപോലെ എല്ലാ പ്രോബബിലിറ്റീസും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ ഓൺലി 3 വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നതിന് ഐഡിയ കിട്ടും. കാരണം ഇത് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ? Next question, number of parallelograms that can be formed from a set of 4 parallel lines intersecting set of 4 parallel lines എന്നാണ് പറഞ്ഞത്. സോ 4 വെർട്ടിക്കൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ 4 ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ്. ഈ പാരലൽ ലൈൻസ് തമ്മിൽ എത്ര പാരലോഗ്രാംസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. സോ ജസ്റ്റ് പാരലോഗ്രാം എന്താണെന്ന് ഐഡിയ വയ്ക്കുക. പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? പാരലോഗ്രാം. 4 പാരലൽ ലൈൻസ് പറയുമ്പോൾ 2 സെറ്റ്സ് ഓഫ് പാരലൽ ലൈൻസ്. ഇതുപോലെ 2 പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? പാരലോഗ്രാം. സോ ഇവിടെ എത്ര ഇങ്ങനെ 2 സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എത്ര പാരലോഗ്രാംസ് ഉണ്ടാവാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയാൽ മതി. സോ ഈ 4 എണ്ണത്തിൽ നിന്ന് 2 പാരലൽ ലൈൻസും
ഈ 4 നിന്ന് 2 പാരലൽ ലൈൻസ് സെലക്ട് ചെയ്താൽ നമുക്കൊരു പാരലോഗ്രാം വരും. സോ ഇതിലെ ഉദാഹരണത്തിന് നമ്മൾ ഈ പാരലൽ ലൈനും ഈ പാരലൽ ലൈനും സെലക്ട് ചെയ്തു, ഈ പാരലൽ ലൈനും ഈ പാരലൽ ലൈനും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവ ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമുക്കൊരു പാരലോഗ്രാം കിട്ടുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ ഈ 4 പാരലൽ ലൈൻസിൽ നിന്ന് 2 പാരലൽ ലൈൻസ് എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതേപോലെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് അല്ലെങ്കിൽ അത് ആ 4 പാരലൽ ലൈൻസിൽ നിന്ന് 2 പാരലൽ ലൈൻസ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര പാരലോഗ്രാംസ് ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ 4 പാരലൽ ലൈൻസിൽ നിന്ന് 2 സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4C2 നമ്മൾ പറയും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതേ സാധനം നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ 4 പാരലൽ ലൈൻസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 4C2 എടുക്കാം. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ നെറ്റ് എഫക്റ്റിൽ എത്ര പാരലോഗ്രാംസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4C2 ഇൻറ്റു 4C2. ഇത് വേണേൽ നിങ്ങൾ ഒരു ഇക്വേഷനായി പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്വേഷനായി പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. n പാരലൽ ലൈൻസ് two set of n parallel lines meet ചെയ്യുകയാണെങ്കിൽ two set of n parallel lines meet ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് എത്ര നമ്പർ ഓഫ് പാരലോഗ്രാംസ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം NC2 ഇൻറ്റു NC2 ആയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ 8 പാരലൽ ലൈൻസ് ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ആൻസർ 8C2 ഇൻറ്റു 8C2 ആയിരിക്കും. 10 ആണെങ്കിൽ 10C2 ഇൻറ്റു 10C2 ആയിരിക്കും. സോ ആ ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇത് പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ ഉത്തരം എന്ത് വരും, 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 36. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് CSAT ചോദിക്കുന്നത്. വളരെ 1-2 മാത്രമേ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? So next എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in school every student is assigned a unique identification number. A student is a football player if and only if the identification number is divisible by 4, whereas a student is a cricketer if and only if the identification number is divisible by 6. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു നമ്പർ അസൈൻ ചെയ്യുമ്പോൾ അത് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഈ പറയുന്നത് എന്താണ്, അയാളൊരു ക്രിക്കറ്ററും ഡിവിസിബിൾ ബൈ ഫുട്ബോളറും ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ അയാൾ ക്രിക്കറ്ററും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 തൊട്ട് ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എവരി നമ്പർ ഫ്രം 1 to 100 ഈസ് അസൈൻ ടു എ സ്റ്റുഡൻറ്, ദെൻ ഹൗ മെനി ഓഫ് ദം പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് ഫുട്ബോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 100 വരെയുള്ള എല്ലാ നമ്പറും ഈ പറയുന്ന സ്റ്റുഡൻസിന് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര പേര് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നവരുണ്ട്. സോ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ എന്തായിരിക്കണം, 4 കൊണ്ടും 6 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. സോ ക്രിക്കറ്റ് കളിക്കുന്നവർ 6 കൊണ്ടും ഫുട്ബോൾ കളിക്കുന്നവരുടെ നമ്പർ 4 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ഇത് രണ്ടും കളിക്കുന്നവർ എന്ത് ചെയ്യണം, ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം, ഡിവിസിബിൾ ബൈ 6 ആയിരിക്കണം. സോ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, 4ൻ്റെയും 6ൻ്റെയും LCM നമ്മൾ കണ്ടുപിടിക്കുക. സോ ഡിവിസിബിൾ ബൈ ബോത്ത് 4 and 6 എന്ന് പറയുമ്പോൾ divisible by both 4 and 6 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, 4ൻ്റെയും 6ൻ്റെയും LCM എത്ര വരും, 12 വരും. 12 വരും. അപ്പൊ 12 കൊണ്ട് എത്ര ഡിവിസിബിൾ ആയ എത്ര നമ്പർ 1ൻ്റെയും 100ൻ്റെയും ഇടയിലുണ്ടെന്ന് നോക്കിയാൽ അത് വളരെ എളുപ്പമാണ്. 100 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, സോ 8 നമ്പേഴ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഇതിൽ തെറ്റിക്കാൻ നിങ്ങൾ ചാൻസ് ഉള്ള എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉം 6ഉം കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് 4 into 6 24 എടുക്കും. എന്നിട്ട് 24 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുന്നത് ടെൻഡൻസി ഉണ്ടായേക്കാം. സോ അത് ശ്രദ്ധിക്കുക. എപ്പോഴും LCM ആണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് അല്ല. വളരെ റെയർ കണ്ടീഷൻസിൽ എന്ത് വരും, പ്രൊഡക്റ്റ് തന്നെ LCM ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവും, പക്ഷെ അത് എപ്പോഴും യൂണിഫോം ആയിട്ട് അപ്ലിക്കബിൾ അല്ല. എപ്പോഴും 2 നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയ, ഇപ്പൊ 4 കൊണ്ടും 6 കൊണ്ടും ഡിവിസിബിൾ ആയ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും 4ൻ്റെയും 6ൻ്റെയും LCM കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക.
ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സോ നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വെൻ എ റണ്ണർ വാസ് ക്രോസിംഗ് ദ 12 kilometer mark, she was informed that she had completed only 80% of race. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റേസ് എക്സ് ആണെങ്കിൽ 12 കിലോമീറ്റർ റൺ ചെയ്തപ്പോൾ 80% ഓഫ് ദ റേസ് കംപ്ലീറ്റ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 80% ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12 കിലോമീറ്റർ ആണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8 എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കിലോമീറ്റർ ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 ഡിവൈഡഡ് ബൈ 0.8 എത്ര വരും? 12 ഡിവൈഡഡ് ബൈ 0.8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 15%. 50 കിലോമീറ്റർ ആയിരിക്കും ടോട്ടൽ റേസ്. 15 കിലോമീറ്റർ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 80% ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് പോകണം. നെക്സ്റ്റ്, Raju has ₹9,000 with him and he wants to buy a mobile handset, but he finds that he has only 75% of the amount required to buy the handset. അയാളുടെ കയ്യിലുള്ള 9,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 75% ഓഫ് എന്താണ്? പ്രൈസ് ഓഫ് ദ മൊബൈൽ ഫോണാണ്. നമുക്കത് എക്സ് എന്ന് വിളിക്കാം. സോ എക്സിന്റെ 75% മാത്രമാണ് എന്ത്? 9,000 എന്ന് പറയുന്ന വില. സോ എക്സ് എത്രയായിരിക്കും? നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ തന്നെ കുറച്ചുകൂടി സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ 9,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000. 0.75 എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9,000. അപ്പോൾ ഈ 70 ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പേഴ്സൻറ്റേജിനെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. 1/25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. അതുപോലെ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. സോ അപ്പോൾ ഇവിടെ പറയുമ്പോൾ 75% ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/4 ഓഫ് എക്സ് എന്ന് വരും. 3/4 ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ 3/4 ഓഫ് എക്സ് 9,000 ആണെങ്കിൽ എക്സ് എത്ര വരും? 4 × 9,000/3 12,000. സോ 12,000 ആണ് എന്ത്? ഈ പറയുന്ന മൊബൈലിന്റെ പ്രൈസ്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? Therefore he borrows 12,000 from a friend. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അയാളുടെ 9,000 ഉണ്ടായിരുന്നു, അയാൾ 2,000 കൂടി കടം മേടിക്കും. ഇതിന്റെ പ്രൈസ് എത്രയാണ്? പക്ഷേ 12,000 ആണ്. ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,000 ആണ്. സോ എങ്കിൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ വായിച്ചറിയാം. രാജു സ്റ്റിൽ ഡസ് നോട്ട് ഹാവ് ഇനഫ് എമൗണ്ട് ടു ബൈ ദ ഹാൻഡ്സെറ്റ് ആണ് ഉത്തരം. കാരണം ഹാൻഡ്സെറ്റിന്റെ പ്രൈസ് 12,000 ആണ്. രാജുവിന്റെ കയ്യിൽ 11,000 ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ പേഴ്സൻറ്റേജ് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഈ ഏജ് ക്വസ്റ്റ്യൻസും UPSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ വായിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ എഴുതിയിരിക്കുന്ന ലെറ്ററിൽ എഴുതിയിരിക്കുന്ന സാധനം മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാൻ മാത്രമേ, ഒരു ഇക്വേഷൻ്റെ രൂപത്തിലോട്ട് മാറ്റി എഴുതാന്ന് മാത്രമേ ഇതൊരു പ്രശ്നമുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇത് പറഞ്ഞേക്കുന്നത് ഇൻ 2002 മീനുസ് ഏജ് വാസ് 1/3 ഓഫ് ഏജ് ഓഫ് മീര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2002 നമ്മൾ മീനുസ് ഏജ് എക്സ് ആയിട്ടും മീരയുടെ ഏജ് വൈ ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീനുസ് ഏജ് ഇസ് 1/3 ഓഫ് മീര എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1/3y, അല്ലെങ്കിൽ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 3x. ഇനി 2010 ആവുമ്പോൾ മീനുവിൻ്റെ ഏജ് എന്തായിട്ടുണ്ടാവും? x+8 ആയിട്ടുണ്ടാവും. മീരയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y+8 ആയിട്ടുണ്ടാവും. കാരണം 8 വർഷം കഴിഞ്ഞു. മീനുസ് ഏജ് വാസ് ഹാഫ് ദ ഏജ് ഓഫ് മീര എന്നാണ്. സോ 2010
മീനുവിൻ്റെ ഏജ്, അതായത് x+8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് മീരാസ് ഏജ്, y+8 എന്നാണ്. സോ നമുക്ക് y ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം, 3x എന്ന് എഴുതാം. സോ ആ x+8 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് y+8ൽ നമ്മൾ 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x ഈക്വൽ ടു 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മീനുവിൻ്റെ ഏജ് 2002 മീനുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്, മീനുവിൻ്റെ ഇയർ ഓഫ് ബർത്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2002 8 വയസ്സുണ്ടെങ്കിൽ എന്നായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, 1994. സോ എല്ലാം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനെ ഇക്വേഷനായി റെപ്രസെൻറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ക്ലിയർ ആയോ? So next question. Rakesh and Rajesh together bought 10 balls and 10 rackets. So 10 balls, 10 rackets മേടിച്ചു. Rakesh spent 1300. Rakesh 1300 spend ചെയ്തു. Rajesh spent 1500. If each racket costs 3 times a ball, then what is the പ്രൈസ് ഓഫ് ദ റാക്കറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബോളിൻ്റെ പ്രൈസ് ബി ആയിട്ടും റാക്കറ്റിൻ്റെ പ്രൈസ് നമ്മൾ 6 ആയിട്ടുമാണ് എടുക്കുകയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റാക്കറ്റ് കോസ്റ്റ് 3 times ദ ബാൾ ഡസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 times ദ പ്രൈസ് ഓഫ് ബോളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരം കിട്ടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 10 ബോൾസ് ആണ് വാങ്ങിക്കുന്നത്. സോ 10 ഇൻറ്റു പ്രൈസ് ഓഫ് 1 ബോൾ ബി പ്ലസ് 10 റാക്കറ്റ്സ് മേടിച്ചിട്ടുണ്ട്. സോ 10 ഇൻറ്റു പ്രൈസ് ഓഫ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3b. 3 times ദ പ്രൈസ് ഓഫ് ബോളാണ് റാക്കറ്റിൻ്റെ പ്രൈസ്. സോ എന്താണ്, 40 ബി ആണ് ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 times ദ പ്രൈസ് ഓഫ് ബോളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ സ്പെൻഡിങ് എത്രയാണ്, 1300 1500 കൂട്ടിക്കഴിഞ്ഞാൽ 2800 ആണ്. 2040 ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2800 ആണ്. സോ അപ്പോൾ എത്ര വരും, ബിയുടെ ബോളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 രൂപ കിട്ടും, 70 rupees കിട്ടും. ചോദിച്ചിരിക്കുന്നത് എന്താണ്, റാക്കറ്റിൻ്റെ പ്രൈസ് ആണ്. സോ എന്താണ് റാക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 times ദ പ്രൈസ് ഓഫ് ദ ബോൾ, 3 ഇൻറ്റു 70. ഓക്കെ, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനെ എന്താണ് ഇക്വേഷൻ രൂപത്തിലോട്ട് മാറ്റി എഴുതുക, സോൾവ് ചെയ്യും. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇവിടെ ചെയ്യാൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ കോൺഫറൻസ് ഔട്ട് ഓഫ് ടോട്ടൽ 100 participants, 70 are Indians. If 60 of the total participants are vegetarian, then which of the following statement is are correct? ഇത് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100 പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിൽ 70 പേര് ഇന്ത്യൻസ് ആണ്, 30 പേര് അപ്പം എന്താണ്, നോൺ ഇന്ത്യൻസ് ആണ്. 60 ഓഫ് ദ ടോട്ടൽ പാർട്ടിസിപ്പൻസ്, ഇതിലെ 60 പേർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെജിറ്റേറിയൻ ആണ്. സോ ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് 30 ഇന്ത്യൻ പാർട്ടിസിപ്പൻസ് ആർ വെജിറ്റേറിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, 60 വെജിറ്റേറിയൻസ് ഉണ്ട്. സോ ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് 30 നോൺ ഇന്ത്യൻസും വെജിറ്റേറിയൻ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഈവൻ 30 നോൺ ഇന്ത്യൻസും വെജിറ്റേറിയൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താലും അപ്പോഴും എന്താണ്, അറ്റ്ലീസ്റ്റ് 30 പേരെങ്കിലും, ബാക്കി ഈ 60-ൽ 30 പേര് നോൺ ഇന്ത്യൻസും വെജിറ്റേറിയൻ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 30 പേർ എന്തായാലും എന്താവണം, ഇന്ത്യൻസ് ആവണം. സോ എങ്ങനെ പോയാലും മിനിമം 30 ഇന്ത്യൻ പാർട്ടിസിപ്പൻസിന് എന്തായിരിക്കണം, വെജിറ്റേറിയൻ തന്നെ ആയിരിക്കണം. കാരണം എന്താണ്, എങ്കിൽ മാത്രമേ ആ നമ്പർ ടാലി ആവും. ഓക്കെ, സോ ഇത് വെൻ ഡയഗ്രം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻസ് ഉണ്ട്, നോൺ ഇന്ത്യൻസ് ഉണ്ട്, 70-30.
സോ നമ്മൾ അസ്യൂം ചെയ്യാണ് ഇതിലിപ്പോൾ 60-ൽ ഈ 30 പേരും നോൺ വെജിറ്റേറിയൻസ് ആയാൽ, ഈ 30 പേരും നോൺ വെജിറ്റേറിയൻസ് ആയി കഴിഞ്ഞാൽ, ചില വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇനി എത്ര വേണം? 30 വെജിറ്റേറിയൻസും കൂടി വേണം. അവരെന്തായാലും എന്തായിരിക്കും? ഇന്ത്യൻസ് തന്നെ ആയിരിക്കും. അതാണ് എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത്. 70 ഇന്ത്യൻസ് ഉണ്ട്, 30 നോൺ ഇന്ത്യൻസ് ഉണ്ട്, 60 വെജിറ്റേറിയൻസ് ഉണ്ട്. സോ മാക്സിമം 30 വെജിറ്റേറിയൻസ് ഉണ്ടാവാം, നോൺ ഇന്ത്യൻസ് ആവാം. ബാക്കി 30 വെജിറ്റേറിയൻസ് എന്തായാലും എന്താവണം? ഇന്ത്യൻസ് തന്നെ ആയിരിക്കണം. സോ അതുകൊണ്ട് എന്താണ് അറ്റ്ലീസ്റ്റ് 30 ഇന്ത്യൻ പാർട്ടിസിപ്പൻസ് ആർ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഇന്ത്യൻസ് വെജിറ്റേറിയൻസ് ആവാം, അല്ലെങ്കിൽ മിനിമം എത്ര നോൺ വെജിറ്റേറിയൻസ് ഉണ്ടാവാം എന്നുള്ളത്. സോ നേരത്തെ പറഞ്ഞ പോലെ 70 ഇന്ത്യൻസ് ഉണ്ട്, 30 നോൺ ഇന്ത്യൻസ് ഉണ്ട്. സോ ഇതിൽ ഈ 60 പേര്, ഈ 60 വെജിറ്റേറിയൻസ്, ഈ 60 പേരും ഇന്ത്യൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ 60 പേരും ഇന്ത്യൻസ് ആണെങ്കിലും ബാക്കി വരുന്ന 10 ഇന്ത്യൻസ് എന്തായിരിക്കണം? നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കണം. ബാക്കി വരുന്ന 10 ഇന്ത്യൻസ് നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കണം. സോ എപ്പോഴും മിനിമം 10 ഇന്ത്യൻസ് എങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആയിട്ട് ഉണ്ടായിരിക്കും. സോ മാക്സിമം എത്രയാണ്? വെജിറ്റേറിയൻസിന്റെ മിനിമം 30ഉം നോൺ വെജിറ്റേറിയൻസിന്റെ മിനിമം 10ഉം ആയിട്ട് എപ്പോഴും അതുകൊണ്ട് റിമെയിൻ ചെയ്യും. സോ ഇതാ ഒരു അസംഷനിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അത് ക്ലിയർ ആയോ? സർ അത് രണ്ടാമത്തെ കേസ് ഒന്നുകൂടി പറയാവോ? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് തന്നെയാണ് 170 ഇന്ത്യൻസും 30 നോൺ ഇന്ത്യൻസും. ഇതിൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ വെൻ ഡയഗ്രത്തിന്റെ ഹെൽപ്പിൽ ഒന്ന് പറഞ്ഞു തരാമോ? വെൻ ഡയഗ്രത്തിന്റെ ഹെൽപ്പിൽ ഓക്കെ. മൊത്തം നമ്മൾ അസ്യൂം ചെയ്യാണ് സ്ക്വയർ ആയിട്ട് ഇന്ത്യൻസും നോൺ ഇന്ത്യൻസും ആണ്. ഇന്ത്യൻസ് 70 ഉണ്ട്, നോൺ ഇന്ത്യൻസ് 30 ഉണ്ട്. സോ ചോദിച്ചേക്കുന്നത് 60 ഓഫ് ദ ടോട്ടൽ പാർട്ടിസിപ്പൻസ് ആർ വെജിറ്റേറിയൻ എന്നാണ് പറഞ്ഞത്. 60 പേര് വെജിറ്റേറിയൻ ആണ്. സോ 60 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിതിൽ കൺസിഡർ ചെയ്യാം. രണ്ട് എക്സ്ട്രീമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വെജിറ്റേറിയൻസ് ഇന്ത്യൻസിൽ വരുന്നതും മിനിമം വെജിറ്റേറിയൻസ് ഇന്ത്യൻസിൽ വരുന്നതും. ഈ രണ്ട് എക്സ്ട്രീം കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ചിരിക്കുന്നത്. സോ മാക്സിമം വെജിറ്റേറിയൻസ് ഇന്ത്യയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വെജിറ്റേറിയൻസ് ഉള്ള 60 വെജിറ്റേറിയൻസും ഇന്ത്യൻസ് ആവുന്ന കണ്ടീഷൻ. സോ 60 വെജിറ്റേറിയൻസും ഇന്ത്യൻസ് ആവുന്ന കണ്ടീഷനിൽ ബാക്കി വരുന്ന 10 പേര് എന്തായിരിക്കും? എപ്പോഴും നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കും. ബാക്കി വരുന്ന 10 പേരും നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായത്. എന്താണ്? അറ്റ്ലീസ്റ്റ് 10 ഇന്ത്യൻ പാർട്ടിസിപ്പൻസ് ആർ നോൺ വെജിറ്റേറിയൻസ്. ഇനി ഇതേ കേസ് മിനിമം ഇന്ത്യൻസ് വെജിറ്റേറിയൻസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ് എല്ലാ നോൺ ഇന്ത്യൻസും വെജിറ്റേറിയൻസ് ആണെന്ന് അസ്യൂം ചെയ്യണം. എല്ലാ നോൺ ഇന്ത്യൻസും വെജിറ്റേറിയൻസ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 60 വെജിറ്റേറിയൻസിലെ 30 പേരും നോൺ ഇന്ത്യൻസ് ആയി, ബാക്കി 30 പേര് എന്തായിരിക്കും? ഇന്ത്യൻസ് ആയിരിക്കും. ബാക്കി 30 പേര് ഇന്ത്യൻസ് ആയേ പറ്റും. സോ അതുകൊണ്ടാണ് എപ്പോഴും അറ്റ്ലീസ്റ്റ് 30 ഇന്ത്യൻസ് എങ്കിലും വെജിറ്റേറിയൻ ആവും എന്ന് പറയാൻ കാരണം. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വായിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 5 സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. ഇതിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് കളേഴ്സ് പെയിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിരിക്കുകയാണ്. മിഡിൽ 3 ഫ്ലോർസ് ആർ പെയിന്റഡ് ഇൻ ഡിഫറെൻറ്റ് കളർ. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്ലോർസ് ആർ പെയിന്റഡ് ഇൻ ഡിഫറെൻറ്റ് കളർ. ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഫ്ലോർസ് ആർ പെയിന്റഡ് റെഡ്. അങ്ങനെ പല എന്താണ് പറയുന്ന 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺക്ലൂഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോൺസിക്യൂട്ടീവ് ഫ്ലോർസ്, അടുത്തടുത്തുള്ള ഫ്ലോർ ഡിഫറെൻറ്റ് കളറിലാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സോ ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റായി എടുത്ത് ചെയ്യാം. ജസ്റ്റ് ഞാനിതിൽ പെട്ടെന്ന് പറയാൻ വേണ്ടി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റും ഫിഫ്ത്ത് ഫ്ലോറും റെഡ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ഈ 3 ഫ്ലോർസും എന്തായിരിക്കും, ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ 4 ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഈ 3 ഫ്ലോർസും ഡിഫറെൻറ്റ് കളറിലായിരിക്കും പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അഡ്ജസൻറ്റ് ഫ്ലോർസ് എല്ലാം ഡിഫറെൻറ്റ് കളറിലാണ് പെയിന്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. സോ ജസ്റ്റ് വളരെ വായിച്ചു നോക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, next P, Q and R are 3 towns. Distance between P and Q is 60 km, whereas distance between P and R is 80 km. ഇതും UPSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് Q ഈസ് ഇൻ ദ വെസ്റ്റ് ഓഫ് P എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് Pയുടെ വെസ്റ്റ് ആണ്. Pയും Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 60 കിലോമീറ്റർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഡയഗ്രാം വരച്ച് ചെയ്യുക, അതാകുമ്പോൾ നമുക്കധികം തെറ്റില്ല. പിയും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 80 കിലോമീറ്റർ ആണ്. അതുകൊണ്ടൊപ്പം എന്താണ്, ആർ ഈസ് ഇൻ ദ സൗത്ത് ഓഫ് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് പിയുടെ സൗത്തിൽ 80 കിലോമീറ്റർ മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂവും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ക്യൂ ആറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. എന്താണ്, റൂട്ട് ഓഫ് 80² പ്ലസ് 60² ആയി. 640 പ്ലസ് 360 1000 റൂട്ട് 100. സോ ജസ്റ്റ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഫിഗർ വരയ്ക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൽ തെറ്റിച്ചില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾ മെമ്പേഴ്സ് ഓഫ് എ ക്ലബ് വെന്റ് ടു മുംബൈ ആൻഡ് സ്റ്റേഡ് ഇൻ ഹോട്ടൽ. On the first day, 80% of them went for shopping, and 50% went for sightseeing, whereas 10% took rest in the hotel. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 80% എവിടെ പോയി, ഷോപ്പിങ്ങിന് പോയി. 50% സൈറ്റ് സീയിങ്ങിന് പോയി. പിന്നെന്താണ്, 10% ആൾക്കാർ റൂമിൽ തന്നെ റെസ്റ്റ് എടുത്തു. സോ ഈ പുറത്ത് പോയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10% കുറച്ച് 90% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പുറത്ത് പോയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറത്ത്, ഇപ്പം ഇത് ഷോപ്പിങ്ങിന് പോയ ആൾക്കാരും ഇത് സൈറ്റ് സീയിങ്ങിന് പോയ ആൾക്കാരും ആണെങ്കിൽ ഇതിന് പുറത്ത് 10% ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയും കൂട്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരാൻ പാടും, 90% ആൾക്കാരെ വരാൻ പാടും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 + 50 130 വന്നിട്ടുണ്ട് ടോട്ടൽ. ഷോപ്പിങ്ങിന് പോയ ആൾക്കാരും സൈറ്റ് സീയിങ്ങിന് പോയ ആൾക്കാരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 130 വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ശരിക്കും ടോട്ടൽ 90 വരാൻ പാടും. 130 - 90 40% ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരിവിടെയാണ് വരുന്നത്. ഇത് രണ്ടും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. 40% ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 40% മെമ്പേഴ്സ് വെൻ ഫോർ ഷോപ്പിംഗ് ആസ് വെൽ ആസ് സൈറ്റ് സീയിങ്. ശരിയാണ്, നമുക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 40% ആൾക്കാർ ഷോപ്പിങ്ങിനും സൈറ്റ് സീയിങ്ങിനും പോയിട്ടുണ്ട്. 20% മെമ്പേഴ്സ് വെൻ ഫോർ ഓൺലി ഷോപ്പിംഗ് ആണ്. നോക്കാത് ശരിയാണോ ഒന്ന്. ഷോപ്പിങ്ങിന് പോയ ആൾക്കാർ 80%. ഷോപ്പിങ്ങിനും സൈറ്റ് സീയിങ്ങിനും കൂടി പോയ ആൾക്കാർ എത്രയാണ്, 40%. സോ ടോട്ടൽ ഷോപ്പിങ്ങിന് മാത്രം പോയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 80 - 40 40%. എന്തായാലും 20% അല്ല, അത് തെറ്റാണ്. സോ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 1 മാത്രം. സോ ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ അത്? യെസ് സർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്വസ്റ്റൻ ആണ്. ഇൻ എ സ്കൂൾ 60% സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ്, സ്റ്റുഡൻറ്റ് ഹു ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് പ്ലേസ് ഫുട്ബോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60% ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കാത്തവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ 40% ആൾക്കാർ എന്തായാലും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സോ ഇത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എ സ്റ്റുഡൻറ്റ് ഹു ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് പ്ലേസ് ഫുട്ബോൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാത്തവരൊക്കെ ഫുട്ബോൾ കളിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ക്രിക്കറ്റ് കളിക്കുന്നവർ ഫുട്ബോൾ കളിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും. എ സ്റ്റുഡൻറ്റ് ഹു ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് പ്ലേസ് ഫുട്ബോൾ. ക്രിക്കറ്റ് കളിക്കാത്തവരെല്ലാം ഫുട്ബോൾ കളിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതല്ലാതെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വായിക്കണം. സോ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്, എവരി ഫുട്ബോൾ പ്ലെയർ ഹാസ് ഗോട്ട് എ 2 വീലർ. ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 വീലർ ഉണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺക്ലൂഷൻ cannot be drawn from the above data എന്നാണ് ചോദിച്ചത്. സോ 60% ഓഫ് സ്റ്റുഡൻസ് ഡു നോട്ട് ഹാവ് 2 വീലേഴ്സ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയാം, ഫുട്ബോൾ കളിക്കുന്നവർക്ക് 2 വീലർ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് 2 വീലർ ഇല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്താണ്, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് 2 വീലർ ഇല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതേപോലെ എന്താണ്, നോ ക്രിക്കറ്റർ ഹാസ് എ 2 വീലർ. അതും എവിടെയും പറഞ്ഞിട്ടില്ല. ഫുട്ബോൾ കളിക്കുന്നവർക്ക് 2 വീലർ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്രിക്കറ്റ് കളിക്കുന്നവരുടെ 2 വീലർ ഉണ്ടോ ഇല്ലയോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ, അതും നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാത്തവർ ഫുട്ബോൾ കളിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്രിക്കറ്റ് കളിക്കുന്നവർ ഫുട്ബോൾ കളിക്കില്ല എന്ന് എവിടെയും ക്വസ്റ്റ്യനിൽ എക്സ്പ്ലിസിറ്റ് ആയി പറഞ്ഞിട്ടില്ല. സോ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ 1 2 ഓക്കെ. So the ratio of a 2-digit number to a number formed by reversing its digit is 4:7. The number of such pairs is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ നമ്പർ റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത്, ഉദാഹരണത്തിന് XY എന്നൊരു നമ്പർ, ഉദാഹരണത്തിന് 23 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എഴുതുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 10 + 3 എന്നാണ് എഴുതുന്നത്. സോ അതേപോലെ XY എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എഴുതാൻ പറ്റും 10x + y എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ എന്തായി? YX ആയി. അപ്പോൾ എന്താണ് 10y + x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ XY എന്നൊരു നമ്പർ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ 10x + y എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10y + x എന്ന് വെച്ച് കഴിഞ്ഞാൽ YX എന്ന നമ്പറാക്കി മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10y + x എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th പ്ലേസിലുള്ള ഡിജിറ്റിന് യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ റേഷ്യോ ഓഫ് എ നമ്പർ ആൻഡ് ഫോംഡ് റേഷ്യോ ഓഫ് എ നമ്പർ വിത്ത് ദ നമ്പർ ഫോംഡ് ബൈ റിവേഴ്സിങ് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10x + y എന്ന നമ്പറും അതിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ള 10y + x എന്ന് പറയുന്ന നമ്പറിന്റെ റേഷ്യോ എന്താണ്? 4:7 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 70x + 7y = 40y + 4x. അപ്പോൾ എന്ത് വരും? 70 - 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 66x = 40y - 7y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33y. സോ രണ്ടും 11 വെച്ച് 33 വെച്ച് പോയി കഴിഞ്ഞാൽ 2x = y എന്ന് നമുക്ക് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സോ x/y = 1/2.
സോ 1:2 x:y എന്ന് പറഞ്ഞ റേഷ്യോ എന്താണ്? 1:2 ആവുന്ന രീതിയിൽ എത്ര നമ്പർ നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. സോ ഏതൊക്കെ എഴുതാൻ പറ്റും? 1 2 ഉണ്ട്, 2 4 ഉണ്ട്, 3 6 ഉണ്ട്, 4 8 ഉണ്ട്. കാരണം 5 വന്നാൽ പിന്നെ 10 ആയി. 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് പറ്റില്ല, കാരണം എന്താണ്, നമ്മൾ ഡിജിറ്റ് ആണ് എടുത്തേക്കുന്നത്. സോ എന്താണ് 1 2 2 4 3 6 4 8 4 പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? Next question. In an examination, A has scored 20 marks more than B and B has scored 5% less mark than A. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ജസ്റ്റ് ആ സെൻറ്റൻസ് വായിക്കുക, അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A has scored 20 marks more than B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ A is equal to 20 plus B. അപ്പോൾ B has scored 5% less than A. 5% കുറവ് മാർക്കാണ് എന്ത് ചെയ്യുന്നത്? ബി സ്കോർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതാം A is equal to 20 plus B എന്നുള്ളതിന് B എടുത്തു കഴിഞ്ഞാൽ എന്താണ്? A minus 20 എന്നാണ്. സോ എന്താണ് 5% ഓഫ് A is equal to 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A എത്രയായിരിക്കും? 20/5% അല്ലെങ്കിൽ 20/0.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to 400. സോ B എത്രയായിരിക്കും? 400 minus 20 3. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സി സെറ്റിൽ അധികം വരും. Okay. Next question. Sita and Geeta go for a swim after a gap of every 2 days and every 3 days respectively. If on 1st January both of them went for a swim together, when will they go together next എന്നാണ് ചോദിച്ചത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണിത്. നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട് എ ഗ്യാപ്പ് ഓഫ് എവരി 2 days എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1st January പോയി കഴിഞ്ഞാൽ സീത പിന്നെ പോകുന്നത് 2nd 3rd 2 ഗ്യാപ്പ് കഴിഞ്ഞ് 4th പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd day എവരി 3rd day എന്ത് ചെയ്യും? സീത പോകുന്നു. 2 day ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് 2nd day എന്ന് നിങ്ങൾ ഗസ് ചെയ്യരുത്, 2 day ഗ്യാപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവരി 3rd day സീത പോകും. സോ അതേപോലെ 3 days ഗ്യാപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഗീത എവരി 4th day പോകും. എല്ലാ 4ാമത്തെ ദിവസം ഗീത പോകും, എല്ലാ 3ാമത്തെ ദിവസം സീത പോകും. സോ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് എന്നായിരിക്കും എന്നാണ് ചോദിച്ചത്. സോ ഇത് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഇവരുടെ LCM എടുക്കുക. 4ന്റെയും 3ന്റെയും LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 ആണ്. സോ എവരി 12th day എന്ത് ചെയ്യും? ഇവർ തമ്മിൽ കാണും. എവരി 12th day ഇവരെന്ത് ചെയ്യും? കാണും. സോ ഇവിടെ എവരി 12th day എന്ന് പറയുമ്പോൾ 1ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 12th day എന്ന് പറഞ്ഞാൽ 12 ദിവസം കഴിയുമ്പോൾ എത്രയാണ്? 13th January അവർ കാണും. സോ ഇവിടെ ഒരിക്കലും 2 days ഗ്യാപ്പ് 3 days ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്? 2ന്റെയും 3ന്റെയും LCM എടുത്ത് ചെയ്യരുത്, അവിടെയാണ് തെറ്റ് വരുന്നത്. 2 days ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എവരി 3rd day അയാൾ പോകും. അതേപോലെ എന്താണ് 3 days ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എവരി 4th day അവർ പോകും. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യാം. ഇതുപോലുള്ള ഏരിയാസിലാണ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. X, Y, Z
are 3 contestants in a race of 1000 meter. 1000 meter ഉള്ള റേസിൽ എക്സും വൈയും ഇസഡും റൺ ചെയ്യാണ്. സോ എക്സ് ഗീവ്സ് വൈ എ സ്റ്റാർട്ട് ഓഫ് 40 മീറ്റർ. എക്സ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ വൈ 40 മീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്താണ് 64 മീറ്റർ കഴിഞ്ഞിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് 1000 മീറ്റർ ഓടുമ്പോൾ, എക്സ് 1000 മീറ്റർ ഓടുമ്പോൾ വൈ എത്ര ഓടുന്നുള്ളൂ? വൈ 960 മീറ്റർ ഓടുന്നുള്ളൂ. ഇസഡ് എത്ര ഓടുന്നുള്ളൂ? 936 മീറ്റർ ഓടുന്നു. സോ എക്സ് 1000 മീറ്റർ ഓടുമ്പോൾ വൈ 960 മീറ്റർ ഓടുന്നുള്ളൂ, ഇസഡ് 936 മീറ്റർ ഓടുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് വൈ ആൻഡ് ഇസഡ് were to complete in a race of 1000 meter, how many meter start will y gives to z? സോ ഇതേ പ്രപ്പോർഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ, സോ ഇതേ റേഷ്യോ തന്നെയാണ് ഇവർ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നതെങ്കിൽ y 1000 മീറ്റർ ഓടുമ്പോൾ എന്താണ് എത്ര മീറ്റർ ആണ് z ഓടേണ്ടി വരിക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. y 960 മീറ്റർ ഓടുമ്പോൾ, y 960 മീറ്റർ ഓടുമ്പോൾ z എത്ര മീറ്റർ ഓടുന്നത്? 936 മീറ്റർ ആണ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ അതേ y 1000 മീറ്റർ ഓടുമ്പോൾ z എത്ര മീറ്റർ ഓടുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ എന്താണ് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ റേഷ്യോസ് പഠിക്കുമ്പോൾ ചെയ്യുന്നത് 960 by 100 is equal to 936 by x. ഓക്കെ, സോ ഇതേ റേഷ്യോ തന്നെ ഓടുന്നു എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ 960 by 100 is equal to 936 by x. സോ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 9. സർ 1000 അല്ലേ, 100 അല്ലല്ലോ. സോറി 1000. 960 by 936 by 1000 into x is equal to 936 into 1000 by 960. ചെയ്യുക, ആൻസർ എത്ര കിട്ടും? ആൾമോസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ 975 എങ്ങാണ്ട് കിട്ടും. സോ 975 ആണ് ഇസഡ് ഓർഡറിൻ്റെ. ഹെഡ് സ്റ്റാർട്ട് എത്രയായിരിക്കും കൊടുക്കേണ്ടി വരിക? 25 മീറ്റർ ആണ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, സോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആലോചിക്കുക. ആ ഒരു പ്രപ്പോർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 960 മീറ്റർ വൈ ഓടുമ്പോൾ ഇസഡ് 936 മീറ്റർ ഓടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 മീറ്റർ വൈ ഓടുമ്പോൾ ഇസഡ് എത്ര മീറ്റർ ഓടേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Sir, ആ 25 എങ്ങനെ കിട്ടി? 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 936 by 960 by 1000 equal to 936 by x എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എത്ര വരും? എക്സ് എത്ര കിട്ടും? 936 by 96. അത് എത്ര കിട്ടും? 975 കിട്ടും. എക്സ് 975 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? y 1000 മീറ്റർ ഓടി, y 1000 മീറ്റർ ഓടുമ്പോൾ ഇസഡ് 975 മീറ്ററെ ഓടുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഇവർ നമ്മളുടെ ഹെഡ് സ്റ്റാർട്ട് എത്രയായിരിക്കും? 25 മീറ്റർ. ചോദിച്ചിരിക്കുന്നത് ഹെഡ് സ്റ്റാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ if x is greater than or equal to 25, x is greater than or equal to 25 and y is less than or equal to 40, less than or equal to 40, then which one of the following is always correct? So നോക്കിയാൽ മതി, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ. അങ്ങനെയല്ല, ഉറപ്പൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സിന് 25ന്റെ മുകളിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം.
അപ്പോൾ ഉദാഹരണത്തിന് എക്സിന് വേണേൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ 100 വേണമെങ്കിലും എടുക്കാം, 1000 വേണമെങ്കിലും എടുക്കാം, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, എക്സ് വൈനേക്കാൾ ഗ്രേറ്റർ ആവണം എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ 1000 എടുക്കാം, 26 എടുക്കാം, 27 എടുക്കാം, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 തൊട്ട് മുകളിലോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും ഇടാം. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വരെയാണെങ്കിൽ 40 തൊട്ട് ഇങ്ങോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാം, എക്സ് വേണേ 26 ആയിരിക്കുമ്പോൾ വൈന് വേണേ എന്ത് ചെയ്യാം 25 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തെറ്റാണ്. വൈ മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 15 എന്നാണ് പറയുന്നത്. വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40 മൈനസ് എക്സിന്റെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആവാം. അതേപോലെ എക്സിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 25 ആണ്. വൈയുടെ വാല്യൂ പറഞ്ഞാൽ 14ന്റെ താഴെ എത്ര വേണമെങ്കിലും വരാം. ഉദാഹരണത്തിന് 0 വരാം, അതേപോലെ എന്താണ് 25 വരാം. സോ വൈൻ്റെ വാല്യൂ 25 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 0 ആയി. സോ അപ്പോൾ തന്നെ എന്താണ്, വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 15 ആവണം എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എപ്പോഴെങ്കിലും 15ന്റെ മുകളിൽ പോകാൻ ചാൻസ് ഉണ്ടോ എന്നാണ്. വൈ മൈനസ് എക്സ് മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വൈ മൈനസ് എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, വൈൻ്റെ മാക്സിമം വാല്യൂ എക്സിന്റെ മിനിമം വാല്യൂ ആയിരിക്കും. എങ്കിലും എന്ത് ചെയ്യും, വൈ മൈനസ് എക്സിന്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 ആണ്. 40 താഴെ വരും. പിന്നെ എക്സിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 ആണ്. സോ 40 മൈനസ് 25 50. ഓക്കെ, സോ ഈ 15 ആയിരിക്കും എന്ത്, വൈ മൈനസ് എക്സിന്റെ മാക്സിമം വാല്യൂ. അതിൽ കൂടുതൽ ഒരിക്കലും വൈ മൈനസ് എക്സിന് പോകാൻ പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ സി. സോ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും നല്ലത് ചെയ്യാൻ, ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്പർ ഇട്ട് കൊടുക്കുക, ഈ പറയുന്ന ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഉദാഹരണത്തിന് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എക്സിന് 25ന്റെ മുകളിൽ ഏത് വാല്യൂ ആണെങ്കിലും 26 എടുക്കാം. വൈക്ക് എന്ത് ചെയ്യാം, ഈ 40ന്റെ താഴെ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം, 39 എടുക്കാം. അപ്പം തന്നെ എന്താ, ഈ നമ്പർ ഈ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു അസംഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, എന വാസ് ബോൺ 4 years after her parents' marriage. Her mother is 3 years younger than her father. ഉദാഹരണത്തിന് മദറിൻ്റെ ഏജ് എമ്മും ഫാദറിൻ്റെ ഏജ് എഫും എനയുടെ ഏജ് ഇയും എടുക്കുകയാണെങ്കിൽ ഹെർ മദർ ഈസ് 3 years younger than ഹെർ ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 24 years older than എന. എനയുടെ ഏജിനേക്കാൾ 24 വയസ്സ് കൂടുതലാണ്. ഹു ഈസ് 13 years old. എനയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദറിൻ്റെ ഏജ് എന്തായിരിക്കും, 24 + 13 37 ആയിരിക്കും. പിന്നെന്താണ്, ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഈ പറയുന്ന പോലെ 40 അല്ല സാർ, 40 ആയിരിക്കും. എന്നുവെച്ചാൽ 37 + 3 40 ആയിരിക്കും ഫാദറിൻ്റെ ഏജ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, അറ്റ് വാട്ട് ഏജ് ഡിഡ് എനാസ് ഫാദർ ഗെറ്റ് മാരീഡ് എന്നാണ്. അപ്പോൾ എനിക്ക് 13 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് എന്നെ ജനിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 17 വർഷം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, മാരേജ് കഴിയുന്നത്. സോ ഇപ്പോൾ ഫാദറിൻ്റെ ഏജ് 40 ആണെങ്കിൽ 17 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് എത്ര വരും, 23 വയസ്സ്. ഓക്കെ, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷനായി റെപ്രസെന്റ് ചെയ്യുക, അതിന് എല്ലാം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാകേഷ് ഹാഡ് മണി ടു ബൈ 8 mobile handsets of a specific company, but the retailer offered very good discount on that particular handset. Rakesh could buy
10 മൊബൈൽ ഹാൻഡ്സെറ്റ് വിത്ത് ദ എമൗണ്ട് ഹി ഹാഡ്. ഓക്കെ, അപ്പോൾ രാകേഷ് മേടിച്ചത് 10 മൊബൈലാണ് രാകേഷ് മേടിച്ചത്. സോ എക്സ് ആണ് ഒരു മൊബൈലിൻ്റെ പ്രൈസ് എങ്കിൽ അയാളുടെ മൊത്തം സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ എന്താ സെല്ലിംഗ് പ്രൈസ് അല്ല, മൊത്തം ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് 10x ആണ്. പക്ഷെ അയാൾ ആക്ച്വലി പേ ചെയ്ത് എത്രയാണ്, 8x ആണ്. അയാൾ ആക്ച്വലി പേ ചെയ്ത് എത്രയാണ്, 8x ആണ്. നമുക്ക് വേണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയി കൺസിഡർ ചെയ്യാം. ഓക്കെ, 8 മൊബൈൽ ഹെഡ്സെറ്റിന്റെ പ്രൈസ് കൊടുത്ത അയാൾ 10 മൊബൈൽസ് മേടിക്കുകയാണ്. സോ അവിടെ ശരിക്കും മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 10x ആയിട്ടും എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് 8x ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2x ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതുപോലുള്ള ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ ബേസിക് ആയ ഇക്വേഷൻസ് നോക്കി പോകണം. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. സോ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x ആണ്, ഇൻറ്റു 100. അപ്പോൾ എത്ര വരും, 20%. ഓക്കെ, സോ ഇതിലാകെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൈസിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, 8x എടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റ് പ്രൈസിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കും. ഓക്കെ, സോ ഇതുപോലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താണ്, കോസ്റ്റ് പ്രൈസ് എന്താണ് എന്നൊക്കെയുള്ളത് ക്ലിയർ ആക്കിയിട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് മാർക്സ് ഓഫ് 100 സ്റ്റുഡൻസ് ആർ ഗിവൺ ടു ബി 40. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്സ് എക്സ് ആണെങ്കിൽ ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്ത് വരും, x/100 ആണ്, ഈക്വൽ ടു 40. അപ്പോൾ ടോട്ടൽ മാർക്സ് നമ്മൾ 100 സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ മാർക്ക് നമ്മൾ എക്സ് ആയി കൺസിഡർ ചെയ്യാണ്. സോ x/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. ആവറേജ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഫൗണ്ട് ലേറ്റർ ദാറ്റ് മാർക്ക് ഓഫ് 1 സ്റ്റുഡൻറ്റ് വേർ 53 വിച്ച് വേർ മിസ്റെഡ് ആസ് 83. എന്ന് വെച്ച് കഴിഞ്ഞാൽ 53 എന്ന മാർക്ക് നമ്മൾ എന്ത് ചെയ്തു, 83 എന്നായിട്ട് വായിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ്ട്രാ ഒരു 30 മാർക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള മാർക്കിൽ നിന്ന് 30 മാർക്ക് കൂടുതലായിട്ടാണ് ഇരിക്കുന്നത്. സോ ജസ്റ്റ് നോക്കാം, എക്സ് ഈസ് ഈക്വൽ ടു 4000. 4000 മൈനസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, പുതിയ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ആഡ് ചെയ്ത 30 നമ്മൾ കുറയ്ക്കുകയാണ്. 400 ആണോ, എത്ര വരും, 3090. അപ്പോൾ എത്ര വരും, ആവറേജ് എന്ന് പറഞ്ഞാൽ വരും x/100 വീണ്ടും എടുക്കും 39.7. ഓക്കെ, ക്ലിയർ ആയല്ലോ. Yes, sir. So next question, if every alternative letter of a English alphabet from B onwards is written in lowercase and the remaining letters are capitalized, then how is the first month of the second half of the year is written? So first ഇതിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് മന്ത് ഓഫ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതേതാണ്, അത് പക്ഷേ ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം എന്താണ്, ജൂലൈ ആണെന്നുള്ളതാണ്. സോ പറഞ്ഞിരിക്കുന്നത് എന്താണ്, every alphabet from B onwards including B is written in lower case and the എന്ന് വെച്ച് കഴിഞ്ഞാൽ every alternate letter, A B C D എന്നുള്ളതിൽ B തൊട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ലോവർ കേസ് ലെറ്ററിലാക്കി ആൾട്ടർനേറ്റീവ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജൂലൈ എന്നുള്ളത് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വളരെ എളുപ്പമാണ്. ഈവൺ പൊസിഷനിലുള്ള നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4 അതുപോലുള്ള പൊസിഷനിലുള്ള നമ്പറിനെ സ്മോൾ ആക്കിയിട്ടും അല്ലാത്തതിനെ എന്താണ് ഓഡ് പൊസിഷൻസ് ഉള്ള ആൽഫബറ്റ്സിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. സോ ഈ ആൽഫബറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൊത്തം ABCD ഫുൾ എഴുതി ചെയ്യാന്നുള്ളതാണ്.
പക്ഷെ അത് സമയം കൺസ്യൂം ചെയ്യും. അതേപോലെ എന്താണ് ഈ പറയുന്ന പോലെ മിസ്റ്റേക്സ് വരാനും ചാൻസ് കൂടുതലാണ്. സോ ആൽഫബറ്റ്സിൽ കുറച്ച് കാര്യം ഓർത്ത് വെച്ചാൽ എളുപ്പമാണ്. ഫസ്റ്റ് ലെറ്റർ എ ആണ്, 10th ലെറ്റർ ജെ ആണ്, 20th ലെറ്റർ ടി ആണ്, 26th ഇസഡ് ആണ്. സോ ഇത്രയും കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ജൂലൈ ആണ് വേണ്ടത്. ജെ എന്ന് പറഞ്ഞാൽ 10th ലെറ്റർ ആണ്. ഈവൻ പൊസിഷൻ ഉള്ളത് എന്താണ് സ്മാൾ ലെറ്റർ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ ജെ സ്മാൾ ആയിരിക്കും. നെക്സ്റ്റ് യു ആണ് വരുന്നത്. യു എന്ന് പറഞ്ഞാൽ എന്താണ് ടി കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ആണ് യു. ഇപ്പോൾ 21st ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. സോ സ്മാൾ ജെ ക്യാപിറ്റൽ യു. പിന്നെ ഏതാ വരേണ്ടത്? എൽ ആണ് വരുന്നത്. ജെ കെ എൽ എന്ന് വെച്ചാൽ 11, 12 ഈവൻ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ അതും സ്മാൾ ലെറ്റർ ആവും. പിന്നുള്ളത് വൈ ആണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് UWXY Z. സെഡിന്റെ തൊട്ട് മുമ്പുള്ളത് 25th ലെറ്റർ ആണ്. ഓഡ് പൊസിഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ. സോ ജൂലൈ. സോ ഈ ഒരു 10th ഉം 20th ലെറ്റർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ മൊത്തം ആൽഫബറ്റ് എഴുതാതെ ഇപ്പോൾ ഇവിടെ നമുക്ക് 7th ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? HIJക്ക് ആ ഒരു ജെയിൽ നിന്ന് പിന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ എന്താണ് 13ാമത്തെ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിൽ നിന്ന് മുന്നോട്ട് പോയാൽ മതി. KL 13th ലെറ്റർ എന്ന് പറയും. സോ ഈ ഒരു ഇടയിലുള്ള 2-3 ലെറ്ററിന്റെ പൊസിഷനും കൂടി പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, ഇതിവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഓഡ് ഈവൺ എടുത്തത്? അതല്ല ഞാൻ പറഞ്ഞ നമ്പർ പൊസിഷൻ കണ്ടുപിടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സർ. 13ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ മതി? ജെ കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ലെറ്റർ നോക്കിയാൽ മതി. ഓക്കെ താങ്ക് യു സർ. Next question. Sunita cuts a sheet of paper into 3 pieces. Length of first piece is equal to the average of the 3 single digit of odd prime numbers. Length of the second piece is equal to that of first plus 1/3 of the third. The third piece is as long as that of other 2 pieces together. ഇത് ഇതേപോലെ ഞാൻ പറഞ്ഞാൽ എന്താണ് ഓരോ സെന്റൻസ് വായിക്കുക, അതിനെ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഓഫ് 3 സിംഗിൾ ഓഡ് പ്രൈം നമ്പേഴ്സ്. ഏതൊക്കെയാണ് 3 സിംഗിൾ ഓഡ് പ്രൈം നമ്പേഴ്സ്? 3, 5, 7. 3, 5, 7 എന്നുള്ളതാണ് എന്ത്? 3 ഓഡ് പ്രൈം നമ്പേഴ്സ്. ബൈ ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര വരും? 7, 3, 10, 5, 15 ഡിവൈഡഡ് ബൈ 3, 5. സോ L1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഇനി സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പീസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് പ്ലസ് 1/3 ദ ലെങ്ത് ഓഫ് ദ തേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് L1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 പ്ലസ് L3/3 1/3 ദ ലെങ്ത് ഓഫ് ദ തേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. L3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വന്നിട്ടുണ്ട്? തേർഡ് പീസിന്റെ ലെങ്ത് പറഞ്ഞാൽ ഈസ് ആസ് ലോങ് as ദ അതർ 2 പീസസ് ടുഗദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 പ്ലസ് L2 ആണ്. L1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 5 പ്ലസ് L3/3. സോ L1 പ്ലസ് L2 ആണ് എന്ത്? L3 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. L2 L3 ഈസ് ഈക്വൽ ടു 5 L3/3 L3 ഈസ് ഈക്വൽ ടു 5 പ്ലസ് അല്ലെങ്കിൽ എന്താണ് 10 പ്ലസ് L3/3. സോ ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് L3യുടെ വാല്യൂ കിട്ടും. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. L3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 10 പ്ലസ് L3/3 എന്ന് പറയുമ്പോൾ 2 L3/3 ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇപ്പോൾ L3 എത്ര കിട്ടും? 15 കിട്ടും. L3 15 കിട്ടിക്കഴിഞ്ഞാൽ L2 എത്രയാണെന്നറിയാം നമുക്ക്? എന്താണ്? 10 ആണെന്നറിയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. L1 എത്രയാണ്? 5 ആണ്. 5 പ്ലസ് 10 പ്ലസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. സോ ഓരോ സെന്റൻസിന് സെപ്പറേറ്റ് ആക്കുക, ഇക്വേഷൻ ആക്കുക, സോൾവ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, നോക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 1, 5, 7, 3, 5, 7, 4, 3, 5 ഒരു സീരീസ് തന്നിരിക്കുകയാണ്. ഹൗ മെനി സച്ച് 5s ആർ ദർ വിച്ച് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ 3 ബട്ട് ആർ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 7 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
how many such 5s are there which are not immediately preceded by 3 but are immediately followed by 7? So first condition എടുക്കാണ് not immediately preceded by 3. ഇവിടെ എത്ര അഞ്ചുണ്ട്? 3 അഞ്ചാണ് ഉള്ളത്. അതിൽ 2 അഞ്ചും എന്താണ്? preceded by 3 ആണ്, which is followed by 7. So എന്താണ്? ഒരെണ്ണം. ഓക്കെ, ഇതൊക്കെ നോക്കി ചെയ്യാവുന്നതാണ്, ഇതൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല, ജസ്റ്റ് അതിൽ നോക്കി ചെയ്യാം. നെക്സ്റ്റ്, ഇത് ഫാമിലി റിലേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്ത് നോക്കുക. 7 members ABCDEFG, 7 പേരുണ്ട്, അതിൽ 3 ഫീമെയിൽസ് ഉണ്ട് എന്ന് സെപ്പറേറ്റ്, 3 പേര് ഫീമെയിൽ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതാണ് ജി ഈസ് എ വിഡോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഓഫ് ഡീസ് ഫാദർ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഈ സിസ്റ്റർ ഇൻ ലോ അവിടെ നിൽക്കട്ടെ, ഡിയുടെ ഫാദർ ബി ആണെന്ന് മനസ്സിലായി, ഡിയുടെ ഫാദർ ബി ആണെന്ന് മനസ്സിലായി. സോ അത് നമുക്ക് എഴുതുമ്പോൾ നമുക്കൊരു ഡയഗ്രായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ബി ഫാദർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബി മെയിൽ ആണെന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിയുടെ ഫാദർ എഫ് ആണെന്നാണ്. ഓക്കെ, സോറി, ഡിയുടെ ഫാദർ എഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയും ഡിയും സിബ്ലിങ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബിയും ഡിയും സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഈസ് ഡോട്ടർ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ഡോട്ടർ ഓഫ് ബി. സോ എ എന്താണ്? ഫീമെയിൽ ആണെന്ന് നമുക്കറിയാം, കാരണം ബിയുടെ ഡോട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ? സി ഈസ് കസിൻ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സിയും ബിയും തമ്മിൽ കസിൻസ് ആണ്. ഹു ഈസ് ഇ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ജി ഈസ് എ വിഡോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഓഫ് എഫ് എൻ. സോ ഈ പറയുന്ന എഫിൻ്റെ വിഡോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ ഓഫ് എഫിൻ്റെ അതേ ജനറേഷന് വരുന്ന ആളാണ് ജി എന്നുള്ളത്. ജി ഒരു ഫീമെയിൽ ആണ്. സോ ഇനി റിമൈനിങ് ആയിട്ടുള്ള ഒരാളാണ് ഇ. ഇ മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ. സോ ഇവിടെ ഇ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ബാക്കിയുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ ഇ ആരാണെന്നുള്ളത്, അപ്പോൾ ജിയും എയും മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 3 ഫീമെയിൽ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇക്ക് വേണമെങ്കിൽ ഫീമെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ വൈഫ് ഓഫ് എഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വൈഫ് ഓഫ് എഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഈ വൈഫ് ഓഫ് എഫ് ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ എന്താണ്? ജി ഇയുടെ സിസ്റ്റർ ആവും. ഇ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ ഓഫ് എ ആവും എന്നുള്ളതാണ്. നോക്കാം, ഇ എന്ന് പറയുന്നത് മദർ ഓഫ് ഡി ആണ്. ബിയും ഡിയും സിബ്ലിംഗ് ആയതുകൊണ്ട് ഈ മദർ ഓഫ് ബിയും ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? എയുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആവും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അണ്ട് ഓഫ് സി. ഓക്കെ, എന്താണ്? ഇയും ജിയും സിസ്റ്റർ ആണ്. ജിയുടെ എന്താണ്? ബിയുടെ കസിൻ ആയതുകൊണ്ട്, സി ബിയുടെ കസിൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് ജിയുടെ എന്താണ്? സണ്ണാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഓട്ടോമാറ്റിക്കലി ഈ ജിയുടെ സിസ്റ്റർ ആയതുകൊണ്ട് സിയുടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി ശരിയായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? 1, 2 and 3 എന്ന്. ഓക്കെ, സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു ഡയഗ്രാം പോലെ വരച്ച് റെപ്രസെന്റ് ചെയ്ത് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, each face of a cube can be painted black or white color. In how many different ways can the cube be painted എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എത്ര, ഒരു ക്യൂബിന് തന്നെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. സോ ഈ 6 ഫേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്കിലോ വൈറ്റിലോ പെയിന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ നമുക്കിത് പെയിന്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്തൊക്കെയാണോ പോസിബിലിറ്റി? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫേസസും, ഉദാഹരണത്തിന് വൈറ്റ് ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ 6 ഫേസസും വൈറ്റ് ആക്കാം, 0 ബ്ലാക്ക് ആക്കാം. 5 വൈറ്റ് 1 ബ്ലാക്ക്, 4 വൈറ്റ് 2 ബ്ലാക്ക്, അല്ലെങ്കിൽ എന്താണ് 3 വൈറ്റ് 3 ബ്ലാക്ക്, 2 വൈറ്റ് 4 ബ്ലാക്ക്, 1 വൈറ്റ് 5 ബ്ലാക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്
0 വൈറ്റ് 6 ബ്ലാക്ക്. ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. സോ ക്യൂബ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ക്യൂബിൻ്റെ ഫേസ് എടുക്കുമ്പോൾ ഒരു ഫേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഫേസുമായി റിലേറ്റ് ചെയ്ത് 2 ടൈപ്പ് ഓഫ് ഫേസസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫേസും ഈ പറയുന്ന പോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസും. ഉദാഹരണത്തിന് ഒരു ക്യൂബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഈ ഫേസിന് അഡ്ജസൻ്റ് ആയിട്ട് 4 ഫേസും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫേസുമാണ് നമുക്കുള്ളത്. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. അഡ്ജസൻ്റ് ആയിട്ടുള്ള 4 ഫേസും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫേസുമാണുള്ളത്. ഓക്കെ, ഇവിടെ വൈറ്റ് 6 ഫേസും വൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒരു പോസിബിലിറ്റി ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് കാണാൻ. അതേപോലെ 6 ഫേസും ബ്ലാക്ക് അടിക്കുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി ഉള്ളൂ. നെക്സ്റ്റ് 5 ഫേസ് വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫേസ് വൈറ്റ് അടിച്ചിട്ട് ഒരു ഫേസ് ബ്ലാക്ക് അടിക്കുകയാണെങ്കിൽ വളരെ ക്യൂബ് ഐഡന്റിക്കൽ ഫേസസ് ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ ഏത് ഫേസിൽ വൈറ്റ് അടിച്ചാലും വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല, ഒരുപോലെ ഇരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു പോസിബിലിറ്റി ഉള്ളൂ. നെക്സ്റ്റ് 4 ഫേസ് വൈറ്റും 2 ഫേസ് ബ്ലാക്കും ആണെന്ന് വിചാരിക്കും. 4 ഫേസ് വൈറ്റും 2 ഫേസ് ബ്ലാക്കും ആണെങ്കിൽ അവിടെ എങ്ങനെ പറ്റും? ഇപ്പം 2 ഫേസ് ബ്ലാക്ക് അടിക്കുമ്പോൾ നമുക്ക് 2 രീതി ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡ്ജസൻറ്റ് സൈഡ്സ് വേണേൽ ബ്ലാക്ക് അടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 2 ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇവിടെ അടിച്ചിട്ട് ഒരെണ്ണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫേസിലും ബ്ലാക്ക് അടിക്കാം. സോ ഈ 2 കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെയ്യാൻ പറ്റും. ഒന്നേ അഡ്ജസൻ്റ് ആയിട്ടല്ല, ഈ ഫേസും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ കളർ അടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫേസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ബ്ലാക്ക് വെച്ച് കളർ ചെയ്യാം. സോ ഈ 2 കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വൈറ്റ് അടിക്കുമ്പോഴും ബ്ലാക്ക് അടിക്കുമ്പോഴും ഈ 2 കേസിനും 2 പോസിബിലിറ്റി, 2 രീതി നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസ് വൈറ്റും 3 ഫേസ് ബ്ലാക്കും അടിക്കും. സോ 3 ഫേസ് വൈറ്റും 3 ഫേസ് ബ്ലാക്കും അടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 ഓക്കെ, ഒരു കോർണറിന് ചുറ്റുമുള്ള 3 ഫേസിലും ഒരേ കളർ അടിക്കാം. ഒരു കോർണറിന് ചുറ്റുമുള്ള 3 ഫേസിലും വേണേൽ ഒരേ കളർ അടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 അഡ്ജസൻറ്റ് ഫേസിൽ ഇങ്ങനെ വരുന്ന ഈ 2 ഫേസിനും അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ കോർണറിൽ വരാത്ത ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫേസിൽ എന്ത് ചെയ്യാം, വൈറ്റ് അടിക്കും. സോ അവിടെയും 2 പ്രോബബിലിറ്റിയാണ് നമുക്കുള്ളത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അല്ലാതെ ഇതിനങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു കറക്റ്റ് മെത്തേഡൊന്നുമില്ല. നിങ്ങൾ ആ ഒരു വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ആലോചിക്കുക, അഡ്ജസൻറ്റ് ഫേസ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിന് 4 അഡ്ജസൻറ്റ് ഫേസും ഒരു ഓപ്പോസിറ്റ് ഫേസും ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് ആ ഒരു ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 + 2 + 2 + 2 + 1 + 1 10. ഓക്കെ, സോ എല്ലാ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് സീസാറ്റി വരുന്നത്. ജസ്റ്റ് ആ വളരെ ബേസിക്കായ ലോജിക്ക് വെച്ച് നിങ്ങൾ ചെയ്താണ്. അങ്ങനെ എക്സ്ട്രാ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഹൗ മെനി ട്രിപ്ലറ്റ്സ് XYZ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ X + Y + Z = 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഇതേപോലെ ഇതിന് എളുപ്പവഴിയൊന്നുമില്ല, നമ്മൾ എഴുതി നോക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. X + Y + Z 6 ആവണമെങ്കിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് വരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏറ്റവും എക്സിനും വൈക്കും ഏറ്റവും കൊടുക്കാവുന്ന മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, ഇസെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 4 ആയിരിക്കും. സോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. ഇവിടെ 1 കൊടുത്തിട്ട്, സോ ഈ 1 നമ്മൾ 2 ആക്കുകയാണെങ്കിൽ ഇവിടെയുള്ള 4 എന്താവും, 3 ആവും. അതേപോലെ ഈ 1 ഇവിടെ 3 ആക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും, 2 ആവും. അതേപോലെ ഇവിടെ 1 4 1 ആക്കാം. സോ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എത്ര രീതിയിൽ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനൊരു എളുപ്പ വഴിയൊന്നുമില്ല ചെയ്യാൻ. ആകെ ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനും വൈനും ഇസഡിനും ഏതൊക്കെ വാല്യൂസ് യൂസ് ചെയ്യാന്നുള്ളത്. ഇവിടെ എക്സിന് കൊടുക്കാവുന്ന മിനിമം വാല്യൂ 1ഉം മാക്സിമം വാല്യൂ 4ഉം ആണ്. അത് തന്നെയാണ് വൈനും 1 4, സെഡിനും 1 4 ആണ്. സോ ഇത് വെച്ച് നമുക്ക് എത്ര രീതി ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ്. ഓക്കെ.
വഴി ആൻസർ അതൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആൻസർ 10 ആണ്. ഇതിലങ്ങനെ വേറെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് dollar means divided by, at means multiplied by, hash means minus, then the value of 10 hash 5 at $1 5 എന്നാണ് വെച്ചത്. ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡോളർ സൈനിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? ഡിവൈഡഡ് ബൈ 5. അറ്റിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ വെച്ചിട്ട് ചെയ്യുക. പിന്നെന്താണ്? ഹാഷിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് വെച്ച്. 10 മൈനസ് 5 ഇൻറ്റു 1/5 എത്ര വരും? 10 മൈനസ് 5 പോയി. 10 മൈനസ് 1 9. ഇതൊക്കെ തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൂക്ഷിച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An 8-digit number 425 27 46b. ഒരു 8-digit നമ്പർ ആണ്. ലീവ്സ് റിമൈൻഡർ 0 when divided by 3. How many values of b's are possible? സോ ബി 3 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു പർട്ടിക്കുലർ നമ്പർ 3 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ നമ്പേഴ്സിന്റെ സം, ആ പർട്ടിക്കുലർ ഡിജിറ്റ്സിന്റെ സമ്മ് ഡിവിസിബിൾ ബൈ 3 ആവണം. സോ ഇവിടെ പറയുകയാണെങ്കിൽ 4 + 2 + 5 + 2 + 7 + 4 + 6 + b എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നോക്കുമ്പോൾ 4 + 2 6, 6 + 5 11, 11 + 2 13, 20, 24, 30. 30 plus b should be divisible by 3 ആവും. സോ 30 plus b divisible by 3 ആവണമെങ്കിൽ ബിക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും? 30 3 കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 33 divisible by 3 ആണ്. 6 കൊടുക്കാൻ പറ്റും, 9 കൊടുക്കാൻ പറ്റും, 0 കൊടുക്കാൻ പറ്റും. സോ ഇതിൽ ഏതാണെങ്കിലും എന്താണ്? ഈ divisible by 3 ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു പാസേജ് ക്വസ്റ്റ്യൻ ആണ്. 6 students A, B, C, D, E and F appeared in several tests. Either C or F scores the highest. Whenever C scores the highest, then E scores the least. Whenever F scores the highest, D scores the least. In all tests, they got different marks. D scores higher than A, but they were close competitors. A scores higher than B. C scores higher than A. ഇത്രയും കണ്ടീഷൻ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിലോട്ട് മാറ്റാൻ നോക്കുക. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? മൊത്തം 5 ആൾക്കാരുണ്ട്. 1 2 3 4 5. ഓക്കെ, ഇതിൻ്റെ ഒരു 2-3 ഇങ്ങനെ വരച്ചില്ല, കാരണം 3-4 കേസസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 2-3 സെറ്റ്സ് ആയിട്ട് വരച്ചില്ല എപ്പോഴും. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏതർ സി ഓർ എഫ് സ്കോർസ് ഹയസ്റ്റ്. സി അല്ലെങ്കിൽ എഫ് ആയിരിക്കും എപ്പോഴും ഹയസ്റ്റ് സ്കോർ ചെയ്യുന്നത്. സോ വെനെവർ സി സ്കോർസ് ദ ഹയസ്റ്റ് ദെൻ ഇ സ്കോർസ് ദ ലീസ്റ്റ് എന്നാണ് പറഞ്ഞത്. സി ഹൈ സ്കോർ ചെയ്യുമ്പോൾ ഇ ആയിരിക്കും ലീസ്റ്റ്. വെനെവർ എഫ് സ്കോർ ദ ഹയസ്റ്റ് ബി സ്കോർസ് ദ ലീസ്റ്റ്. എഫ് ആണ് ഹയസ്റ്റ് ആകുമ്പോൾ ബി ആണ് ലീസ്റ്റ് ആകുക. സോ ഈ 2 കണ്ടീഷൻ ഉണ്ട്. ഇൻ ആൾ ദ ടെസ്റ്റ് ദേ ഗോട്ട് ഡിഫറെൻറ്റ് മാർക്സ്. ഡി സ്കോർസ് ഹയർ ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി ഇവിടെ വന്നു കഴിഞ്ഞാൽ എ ഡിയേക്കാൾ താഴെയാണ് എ എന്ന് നമുക്കറിയാം. ബട്ട് ദേ വെർ ക്ലോസ് കോമ്പറ്റീറ്റേഴ്സ്. എ സ്കോർസ് ഹയർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ എപ്പോഴും എന്തായിരിക്കും? ബിയുടെ മുകളിലായിരിക്കും. സി സ്കോർസ് ഹയർ ദാൻ എ. സി എന്ന് പറയുന്നത് എയുടെ മുകളിലായിരിക്കും. സോ അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സി ഹയർ ദാൻ എ ആയിരിക്കും, എ ബിയുടെ മുകളിലായിരിക്കും, എയുടെ മുകളിലായിരിക്കും ഡി. ഇതാണ് എന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ സി ഹയസ്റ്റ് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാവുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കണ്ടീഷൻ വരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി സി വരാം, അല്ലെങ്കിൽ സി എ ഡി വരാം. സോ ഈ 2 കണ്ടീഷൻ എന്താണ് ഇവിടെ പോസിബിൾ ആണ്, കാരണം സിയുടെ പൊസിഷൻ കൺഫേം ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ സാർ ഇനെ പ്ലേസ് ചെയ്തില്ലല്ലോ.
എവിടെ ബീനെ പ്ലേസ് ചെയ്തത്? ഈനെ ഇയറിലിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതോ 2 പ്രാവശ്യം വന്നോ ഏതെങ്കിലും? 5 ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. 5 lines ഇട്ടു. ഓക്കെ എഫ് ഉണ്ട്. ഓക്കെ, ഈയുടെ കേസ് നമുക്ക് അറിയില്ല. ഓക്കെ, സോ ഇനി ഇതിന് നോക്കാം. എഫിന്റെ കാര്യം ഇവർ പറയുന്നേ ഉള്ളൂ. സോ എഫ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ദ റാങ്കിങ് ആണ്. സോ എഫ് ഇതിന്റെ ഇടയിൽ സെക്കൻഡ് ആണ് വരുന്നതെങ്കിൽ, അപ്പോൾ എഫ് ഇവിടെ വരികയാണെങ്കിൽ then the position of B is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് സെക്കൻഡ് വരികയാണെങ്കിൽ പൊസിഷൻ ഓഫ് ബി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാം. ഒന്നുകൂടി റെപ്രസെന്റ് ചെയ്യാം. 2, 3, 4, 5, 6. വീണ്ടും 5 എണ്ണ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ളത്. 6. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് എയ്തർ സി ഓർ എഫ് സ്കോർസ് ദ ഹയസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി അല്ലെങ്കിൽ എഫ് ആയിരിക്കും ഹയസ്റ്റ് സ്കോർ ചെയ്യുന്നത്. വെന്നെവർ സി സ്കോർ ദ ഹയസ്റ്റ് ദെൻ ഇ സ്കോർസ് ദ ലീസ്റ്റ്. സി സ്കോർസ് ഹൈ ചെയ്യുമ്പോൾ ഇ എന്തായിരിക്കും? ലീസ്റ്റ് ആയിരിക്കും. എഫ് സ്കോർസ് ഹയസ്റ്റ് ആകുമ്പോൾ ബി സ്കോർസ് ദ ലീസ്റ്റ് എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആൾ ദ ടെസ്റ്റ് ദേ ഗോട്ട് ഡിഫറെൻറ്റ് മാർക്സ്. എല്ലാ ടെസ്റ്റിനും എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഡി സ്കോർസ് ഹയർ ദാൻ എ. ഡി എയേക്കാൾ ഹയർ ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ബട്ട് ദേ ആർ ക്ലോസ് കോമ്പറ്റീറ്റേഴ്സ്. എ സ്കോർസ് ഹയർ ദാൻ ബി. എയുടെ താഴെയാണ് ബി. സി സ്കോർസ് ഹയർ ദാൻ എ. സി എവിടെ വേണമെങ്കിലും വരാം. സോ ഈ കണ്ടീഷനിൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് പോവാം. ഇഫ് എഫ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ദ റാങ്കിങ്. സോ എഫ് സ്റ്റാൻഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്കില്ല. കാരണം എന്താണ്? എഫ് ടോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ഇല്ല. സോ ഇവിടെയാണ് എഫ് വരുന്നത്. സോ ഈ കണ്ടീഷനിൽ ഇവിടെയാണ് എഫ് വരുന്നത്. ദെൻ ദ പൊസിഷൻ ഓഫ് ബി ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം എന്താണ് ബി എന്ന് പറഞ്ഞാൽ എയേക്കാൾ താഴെ ആയിരിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ എയേക്കാൾ മുകളിലായിരിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ബി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വരുമ്പോൾ സിന്റെ താഴത്തല്ലേ വരിക? സോറി, ഞാനത് മുകളിൽ നിർത്തും. ഓക്കെ, എഫ് ആണെങ്കിൽ ഡി എ ബി. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും എൻ്റെ പൊസിഷൻ വരും. സോ അങ്ങനെയാണെങ്കിൽ എഫ് സെക്കൻഡ് ആണെങ്കിൽ എവിടെയായിരിക്കും ബിയുടെ പൊസിഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ബി എത്രയായിരിക്കും? 1, 2, 3, 4, 5. ഫിഫ്ത്ത് ആയിരിക്കും. മുകളിൽ നിന്ന് എന്താണ് ഫിഫ്ത്ത് പൊസിഷനിലായിരിക്കും ബി കിടക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇഫ് ബി സ്കോർസ് ദ ലീസ്റ്റ് ദ റാങ്ക് ഓഫ് സി വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി സ്കോർസ് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പൊസിഷനാണ് കിടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സിയുടെ റാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം ഡി എ ബി, ഇത് നമുക്കറിയാം എയേക്കാൾ താഴെയാണ് ബി, എയേക്കാൾ മുകളിലാണ് ബി. ഇത് നമുക്കറിയാവുന്ന ഒരു കണ്ടീഷനാണ്. എയും ഡിയും ക്ലോസ് കോമ്പറ്റേറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാം, എ ഡി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ എ ഡി ഈ പറയുന്ന ബാക്കി പൊസിഷനിൽ സിയും ഇയും വരാം. എങ്ങോട്ട് വേണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വരാം. സോ ഓക്കെ, എ ഡി ബി. ഓക്കെ, ബി എപ്പോഴും എന്താണ് എയേക്കാൾ താഴെയും ഡി മുകളിലും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എ ഡി വരാം. എയും ഡിയും ക്ലോസ് കോമ്പറ്റേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സിയും ഇയും ഈ സെക്കൻഡും തേർഡും പൊസിഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്റർചേഞ്ച് ചെയ്ത് വരും. സോ ഇവിടെ കറക്റ്റായിട്ട് സിയും ഇയും ഏത് പൊസിഷനിൽ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എന്താണ് സെക്കൻഡ് ഓർ തേർഡ് എന്ന്. സോ ഈ സിയും ഇയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ഓർ തേർഡ് പൊസിഷനിലായിരിക്കും സി വരിക എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് 50th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇ ഈസ് റാങ്ക്ഡ് തേർഡ് ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തേർഡ് റാങ്ക് ആണെങ്കിൽ ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. സോ ഈ തേർഡ് റാങ്ക് ആവാന്ന് പറയുമ്പോൾ ഏത് കണ്ടീഷൻ ആയിരിക്കും? എന്തായാലും ഇവിടെ വരില്ല, കാരണം ഈ ലാസ്റ്റ് വരുന്ന കണ്ടീഷൻ വരില്ല. നമുക്ക് ഏതാണ്? എഫ് ബി
ഈ ഒരു കണ്ടീഷൻ എഫ് ഫസ്റ്റും ബി ലാസ്റ്റും വരുന്ന കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, എയും ഡിയും വന്നു, ഇ എവിടെയാണ് വരുന്നത്, ഈസ് റാങ്ക്ഡ് തേർഡ് എന്നാണ് പറഞ്ഞത്. സോ ഈ റാങ്ക്ഡ് തേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ സി എവിടെയായിരിക്കും വരിക, ഇതിന്റെ മുകളിലായിരിക്കും. ബാക്കി വരുന്ന സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലായിരിക്കും വരിക. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാം എന്താണ്, സി ഗെറ്റ്സ് മോർ മാർക്സ് ദാൻ ഇ ആണ് വരിക. ഓക്കെ, സോ ഇതുപോലെ ചെയ്താൽ മതി ക്വസ്റ്റ്യൻസ്. സോ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഇപ്പോൾ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യനിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസേജിലും, പകുതി സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ്റെ ഉള്ളിലും വരുന്ന രീതിയിലാണ് പലപ്പോഴും വരാറ്. ഓക്കെ, സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, സമയം 7 മണി കഴിഞ്ഞല്ലേ? 7 മണി വരെയല്ലേ ക്ലാസ് പറഞ്ഞിരുന്നത്? ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് എത്താം, എന്നിട്ട് ബാക്കി അടുത്ത ക്ലാസ് കണ്ടു. ഇന്ന് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായതാണ്, അല്ലെങ്കിൽ നമുക്ക് തീർക്കായിരുന്നു, കുഴപ്പമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്ഷൻ ഫോർ ഫോളോയിങ് 2 items. Read the following statement S1 and S2 and answer the 2 items that follow എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ S1 എന്ന് പറഞ്ഞാൽ എന്താണ്, ചോയ്സ് ദ വെയിറ്റ് ഓഫ് സോഹൻ. ചോയ്സ് ദ വെയിറ്റ് ഓഫ് സോഹൻ ഇസ് ലെസ് ദാൻ മോഹൻ ആൻഡ് രോഹൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 times the weight of സോഹൻ എന്ന് പറയുന്നത് എന്താണ്, മോഹന്റെ വെയിറ്റിനെയും രോഹന്റെ വെയിറ്റിനേക്കാളും ലെസർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ചോയ്സ് ദ വെയിറ്റ് ഓഫ് രോഹൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഹൻ ആൻഡ് സോഹൻ. 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചോയ്സ് ദ വെയിറ്റ് ഓഫ് രോഹൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഹൻ ആൻഡ് സോഹൻ. സോ ഇങ്ങനെ 2 കണ്ടീഷൻ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സോ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ആരുടെ വെയിറ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്, ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം എന്താണ്, എസിന്റെ വെയിറ്റ് എമ്മിനേക്കാളും എസിന്റെ വെയിറ്റ് ആറിനേക്കാളും ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, 2 times വെയിറ്റ് എമ്മിനേക്കാളും ആറിനേക്കാളും ലെസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിനേക്കാളും ആറിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, സോ അതേപോലെ 2 times ആർ ഗ്രേറ്റർ ദാൻ എം ആണെന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ്, ആർ ഗ്രേറ്റർ ദാൻ എം ആണ്. ഉദാഹരണത്തിന് എമ്മിന്റെ വെയിറ്റ് 3ഉം ആറിന്റെ വെയിറ്റ് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 times ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രേറ്റർ ദാൻ എം ആണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ്, ആർ ഗ്രേറ്റർ ദാൻ എം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ കേസിൽ ആർ ലെസ് ദാൻ എം ആണ്. സോ എപ്പോഴും 2r ഗ്രേറ്റർ ദാൻ എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആർ ഗ്രേറ്റർ ദാൻ എം ആണെന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രേറ്റസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് പറ്റില്ല. ഗ്രേറ്റസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് പറ്റില്ല. പക്ഷെ അതേസമയം എന്താണ്, ലീസ്റ്റ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, 2 times എസ് ലെസ് ദാൻ എം ആണെന്നും 2 times എസ് ലെസ് ദാൻ ആർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താവും, എസ് ലെസ് ദാൻ എമ്മും എസ് ലെസ് ദാൻ ആറും ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ലെസ് വെയിറ്റ് ഉള്ളത് സോഹൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രേറ്റസ്റ്റ് ആർക്കാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്രേറ്റസ്റ്റ് ആർ എന്ന് പറയാൻ പറ്റില്ലേ? അതെങ്ങനെ പറയാൻ പറ്റുക? ഉദാഹരണത്തിന് 2 times ആറാണ് ഗ്രേറ്റർ ദാൻ എം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആറ് ഗ്രേറ്റർ ദാൻ എം ആണെന്ന്. പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് ആറ് 2ഉം എം 3ഉം ആണെന്ന് വിചാരിക്കാം. 2 times ആർ എന്ന് പറഞ്ഞാൽ 4 ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന്റെ ഹാഫ് എമ്മിനേക്കാൾ ഗ്രേറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ വന്നാൽ റാൻഡ് ആയിട്ട് നമ്പർ ഇട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ശരിയാകുമെന്ന്. ഓക്കെ, ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.